കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിനങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവചന പഠനവുമായി സൂമിനകത്ത് ഒരുമിച്ച് സമ്മേളിക്കുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത് നമ്മൾ കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിച്ചതുപോലെ കൊറോണ ആരംഭിച്ച ഓൺലൈൻ മീറ്റിങ്ങുകൾ നമ്മൾ ആറാം വർഷത്തിലും തുടരുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നോർത്ത് ഇന്ത്യൻ മിഷൻ ട്രിപ്പ് വന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് 2-3 മാസങ്ങൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറൊക്കെ നിരന്തരമായിട്ട് ഈ UK ട്രിപ്പും നോർത്ത് ഇന്ത്യൻ ട്രിപ്പുകളും വന്നപ്പോൾ അറിയാതെ നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത് മുടങ്ങിപ്പോവുകയായിരുന്നു. രാത്രിയുള്ള ക്ലാസ്സുകൾ, പകൽ ക്ലാസ്സുകൾ ആദ്യം മുടങ്ങി, പിന്നത്തിൽ രാത്രി ക്ലാസ്സുകൾ മുടങ്ങി. അങ്ങനെ മുടക്കം ഒരു പതിവായി മാറി. കുറേ മാസങ്ങളായിട്ട് മക്കൾ മുടങ്ങിക്കിടക്കായിരുന്നു. മക്കൾ എന്നോട് എന്തെങ്കിലും ചോദിക്കും, എപ്പോഴാണിത് തുടങ്ങുന്നത്? കാരണം അവരിത് ഈ പഴയ ക്ലാസ്സുകൾ ഇട്ടിട്ട് ഇടാത്ത ക്ലാസ് കാണാണ്ടായ പിള്ളേർ, അപ്പം അവരാണിത് തപ്പുന്നത് രാത്രി. അപ്പം പിന്നെ ഈ ആഴ്ച ഞാനിപ്പം എന്തായാലും 1-2 ആഴ്ചകൾ കൂടി ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ജനുവരി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരമാവധി ഇല്ലാതെ നോക്കാം. പിന്നെ ഫെബ്രുവരി ലാസ്റ്റിൽ, മാർച്ചിനകത്ത് നമ്മൾ ഒരു കോഴ്സ് യുവജനങ്ങൾക്ക് എടുക്കുകയാണ് റാഞ്ചിൽ. അപ്പോൾ അത് അവിടെ നിന്ന് ലൈവ് വിടാൻ പറ്റും. നിരന്തരമായിട്ടുള്ള ദൈവവചന പഠനം ആ റൂട്ടിലുള്ളത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് ആ തലത്തിലുള്ള വളർച്ചയും നഷ്ടപ്പെട്ടു പോകും. അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും. പുതിയ നിയമം ശരിക്കും ലൈഫിനകത്താണ് വ്യാപരിക്കുന്നത്. പുതിയ നിയമം ശരിക്കും ലൈഫ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പം ഒരു വ്യക്തി നിരന്തരമായിട്ട് വചനം വായിക്കുന്നു, ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി, സങ്കീർത്തനങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുന്നു. ആ വ്യക്തി ലൈഫിൽ വാണുകൊള്ളണമെന്നില്ല. കാരണം അവർ ബൈബിൾ ഇങ്ങനെ ഒരു പുസ്തകം എന്ന നിലയിൽ ബൈബിൾ വായിച്ചു എന്ന നിലയിൽ വായിക്കുകയാണ്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ബൈബിൾ റൂട്ടുകൾ നമ്മൾ പഠിച്ചു പോകുമ്പം ആ കവനൻ്റ് റൂട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്, ഇതിന് ഓരോന്നിനും ഓരോ റൂട്ടുണ്ട്. വെറുതെ ഇത് ഒരു ഇതിൽ വരുന്നതല്ല, അതിൻ്റെ റൂട്ടിൽ വേണം ഇത് പഠിക്കാനായിട്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പഠിക്കണമെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ലൈഫ് തുറന്നേ പറ്റുള്ളൂ. അത് തുറക്കുന്നത് കവനൻറ്റിനാലാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ് ഇത് ആരംഭിക്കുന്നത്. രക്ഷയാൽ ഇത് ആരംഭിക്കുന്നു. രക്ഷിക്കപ്പെട്ട വ്യക്തി ആദ്യം അറിയേണ്ടത് രക്ഷയ്ക്കകത്തുള്ള ഘടകങ്ങളാണ്. രക്ഷയ്ക്കകത്ത് വയ്യഗസ്കൽ സാറിൻ്റെ ഭാഷയിൽ 55 കൂട്ടം കാര്യമുണ്ട്. ബ്രദറൻ വേദശാസ്ത്രത്തിനകത്ത് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രക്ഷയ്ക്കകത്ത് നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ആൾക്കാർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി യേശുവിനെ കർത്താവ് നേരിട്ട് പറയും, വെള്ളത്തിൽ പോയി മുങ്ങും. അവിടം കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രഥമ സ്റ്റെപ്പ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇത് ക്രമീകൃതമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ രക്ഷയിൽ നിന്ന് തുടങ്ങി ന്യൂ കവനൻ്റ്, അവിടെ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ കവനൻറ്റിൻ്റെ ഭാഗമാകുന്നു. നമ്മളവിടെ നിന്ന് നീതി എന്ന വിഷയം പഠിച്ചു. അതിനാണ് റോമാലേഖനം നമ്മൾ 100 ചില്ലാൻ ക്ലാസ് എടുത്തു. റോമാലേഖനത്തിൽ നിന്ന് നീതി നമ്മുടെ അകത്ത് വെളിപ്പാടായാൽ മാത്രമേ ലൈഫ് തുറക്കുകയുള്ളൂ. നീതി വെളിപ്പാടാകാതെ ലൈഫ് തുറക്കില്ല. അപ്പം അതുകൊണ്ട് നീതിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നിരന്തരം കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. പഠിപ്പിക്കുന്നവർ വീണ്ടും പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുന്നതോറും നമ്മുടെ അകത്ത് തെളിഞ്ഞു വരാൻ തുടങ്ങും. അതും കൂടെ അത് പ്രകാശനത്തിലേക്ക് പോകും. അപ്പം നീതി, ജീവൻ, നീതിയിൽ നിന്ന് ജീവൻ തുറക്കും. ജീവൻ നമ്മുടെ അകത്ത് നമ്മിൽ പുത്രത്വം കൊണ്ടുവരും. അപ്പം സൺഷിപ്പിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ, ഇതൊരു പുതിയൊരു പഠനമല്ല, ഒന്നിൽ നിന്ന് അടുത്തിലേക്ക് കയറുകയാണ്. ഇപ്പം നമ്മൾ സാധാരണ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, കുളിക്കുമ്പോൾ നിങ്ങൾ സോപ്പ് തേക്കുന്നത്, ഞാൻ സാധാരണ ഓരോരുത്തർ ഓരോ രീതിയായിരിക്കും, അറിയില്ല, ഇപ്പം എനിക്കറിയില്ല, ആൾക്കാർ ഓരോ രീതിയാണ്. അപ്പോൾ നമ്മളെ വേണ്ട, നിങ്ങളുടെ വീട് നിങ്ങൾ അടിച്ചു വാരുമ്പോൾ, അല്ലെങ്കിൽ ഓരോന്ന് തുടങ്ങി അത് ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുന്നത് പോലെ, ക്രമീകരിക്കുന്നത് പോലെ, ഇത് ഈ ഒരു ഓർഡറിൽ പോയാൽ മാത്രമേ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ കിങ്ഡത്തെക്കുറിച്ച് പഠിക്കുന്നു. കിങ്ഡത്തെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ബോധ്യമില്ല നീതിയെക്കുറിച്ച്, ഒരു കാര്യമില്ല. കിങ്ഡം പഠിക്കാം. കിങ്ഡത്തെക്കുറിച്ച് പല ടൈപ്പ് പഠനമുണ്ട്. പഠനം പഠിക്കാം. അപ്പം പഠനം പഠിക്കുന്നത് കേട്ടിട്ട് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ നമ്മുടെ ഇടയിൽ ഈ
പാപം ചെയ്യാത്ത വിശുദ്ധീകരണത്തിൻ്റെ, അതായത് നിങ്ങൾ ശരിയായിട്ടില്ല എന്ന വിഷയമാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ശരിയായിട്ടില്ല എന്നുള്ള വിഷയമാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ, അത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കുറ്റബോധവും ഒരു മാനസാന്തരമൊക്കെ വരും. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, ഓ ഭയങ്കരമായി, ഇന്നത്തെ ക്ലാസ് ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ ഇന്നത്തെ നടക്കുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ചൂണ്ടിക്കൊണ്ട് അതിനൊക്കെ നോക്കി, വസ്ത്രധാരണം, യൗവനക്കാരുടെ പോക്ക്, ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം വരും. ഓ ഇന്നത്തെ മെസ്സേജ് ആരും പ്രസംഗിക്കാത്ത കുറേ ഭാഗം പ്രസംഗിച്ചിട്ടോ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും പ്രായോഗിക തലത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ചെറിയൊരു മാറ്റം, 4 ദിവസം നിൽക്കുക മാറ്റം. നമുക്കറിയാലോ നമ്മൾ എത്രയോ തീരുമാനം എടുത്തിട്ടുള്ളത്. വർഷാവസാനവും കഴിഞ്ഞാലേ, എത്ര വർഷാവസാനം, നമ്മുടെ ഇവിടെ പിന്നെ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് സ്തോത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെളിപ്പാടിൽ വളരുക. ദൈവവചനത്തിനകത്തുള്ള റെവലേഷനുകൾ, ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ കവനൻറ്റിനകത്തൂടെ തുറക്കുന്ന ഉയർന്ന ദൈവവചന സത്യങ്ങളുടെയും വെളിപ്പാടുകളിലേക്ക് ദൈവം നിങ്ങളെ വളർത്തുന്ന ഒരു വർഷമായി മാറട്ടെ. ഓക്കെ, നമ്മളെ പുതിയ വർഷത്തിലെ ആരംഭത്തിലെ പകലത്തെ ക്ലാസ്സാണ്. ഞാൻ പകൽ ക്ലാസ്സിന് പറഞ്ഞിരിക്കുന്നത് മിനിമം 20 പേരുടെയും ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആ എണ്ണം ഇല്ല. ആദ്യമായിട്ടാണ് നമ്മുടെ എണ്ണം 20-ന് താഴേക്ക് പോകുന്നത്. അതിന് കാരണം, ഞാൻ ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ വരെ ഇന്ന് ക്ലാസ്സുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വേണ്ട എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഈ ആഴ്ച ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയും നടന്നില്ല. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ക്രമീകരിച്ച് ഇന്ന് രാവിലെ ഇങ്ങനെ പെട്ടെന്ന് 1 മണിക്കൂർ നേരം, 1 മണിക്കൂർ നമുക്ക് ദിവസത്തിൽ ഇരിക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ബീന ഫിലിപ്പ് സിസ്റ്റർ, നിങ്ങളെ ഓൺലൈനിലുള്ളവരെ ഇവിടെ കാണുന്നില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഡാളി പ്രകാശ് സിസ്റ്റർ, നീനു സിസ്റ്റർ, ബോബി സിസ്റ്റർ, സോജി സിസ്റ്റർ, സോണിയ പോൾ, ഉഷ നെറ്റോ, പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ, സുശീല സിസ്റ്റർ, ഇവരൊക്കെ ബാക്കി എല്ലാവരും ഇവിടെയുള്ള, ലിനി സിസ്റ്റർ, ബാക്കി എല്ലാവരും ഇവിടെയുള്ളവരാണ്. അപ്പം നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. ബീന ഫിലിപ്പ് സിസ്റ്ററാണ് ഇപ്പോൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതിൽ ഇവിടെ തൃശ്ശൂരില്ലാത്തയാൾ. എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു സിസ്റ്ററെ? ഈ തലമുറയിൽ പുതിയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യത്യസ്തമായ, അല്ല പരിശുദ്ധാത്മാവ് എഴുതിയ റൂട്ടിൽ പഠിച്ചേ പറ്റുമെന്ന് കഴിഞ്ഞ 17 വർഷമായി പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഇത് ദീർഘവർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രാരംഭ ക്ലിപ്പുകൾ മുതൽ നമുക്ക് യൂട്യൂബിനകത്ത് ഏകദേശം 2010 ശേഷമുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പവർ വിഷൻ ചാനലിൽ എടുക്കാൻ പോയ, അല്ല ഹാർവെസ്റ്റ് എടുക്കാൻ പോയ ക്ലിപ്പുകൾ അവിടെയുണ്ട്. ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി, ഇപ്പോൾ ആളുകൾ സംസാരിച്ചു തുടങ്ങി. നമുക്ക് പഴയ നിയമത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സഭകളിൽ വെളിപ്പെടാത്ത? ഇപ്പോൾ അന്ന് ജയിൽ തുറന്ന് ദൂതന്മാർ പുറത്തു വന്നതുപോലെ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് ഇന്ത്യൻ ദൈവസഭയുടെ അവസ്ഥകൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? വടക്കേ ഇന്ത്യയിൽ ഇനി സുവിശേഷീകരണത്തിന് പുതിയ നിയമസഭയ്ക്കകത്ത്, അതായത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എങ്ങനെയാണോ ദൈവാത്മാവ് പ്രവർത്തിച്ചത് അതുപോലെ പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി പ്രസംഗങ്ങൾക്കോ വരങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്ര ഭീകരാന്തരീക്ഷത്തിലാണ് നമ്മളായിരിക്കുന്ന രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ദൈവവചന റൂട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞേ മതിയാകുകയുള്ളൂ. ഞാൻ ഇതിനകത്ത് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് സത്യത്തിലൊരു പുസ്തകമായിട്ട് എഴുതണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. കണ്ടമാനം ഏരിയകൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്. നമ്മുടെ പ്രിയങ്ക സിസ്റ്റർ ന്യൂ കവനൻറ്റിൻ്റെ മലയാള ക്ലാസ്സുകൾ അത് പറഞ്ഞ നേരത്തെ ആൾ വരുന്ന കണ്ടോ, തല്ലിക്കൊന്നാലും ചാകുകയില്ല. ഓക്കെ, ആ സിസ്റ്റർ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, പ്രിയങ്ക. ഓക്കെ, പ്രിയങ്ക സിസ്റ്റർ പേരിപ്പോൾ ഞാനിവിടെ പറഞ്ഞോളൂ. ഓക്കെ, ബാംഗ്ലൂർ പ്രിയങ്ക സിസ്റ്ററാന്ന് വിചാരിക്കുന്നു. 2 പ്രിയങ്കയുണ്ട്. ഓക്കെ, എല്ലാവർക്കും പ്രിയങ്കരിയായി മാറട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ഇത് കണ്ടമാനം ഏരിയകൾ ഇതിനകത്തുണ്ട്. ഒന്നാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 66 പുസ്തകങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാനിത് തുറന്നു പറഞ്ഞാൽ പിന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിനകത്ത്.
നമ്മുടെ ക്രൈസ്തവ ലോകത്തിലുള്ള പഠിതാക്കളുടെ, വേദപഠന പഠിതാക്കളുടെ പണ്ഡിതന്മാരുടെ മനോഭാവത്തിൽ പഴയ നിയമം യഹൂദന്മാരുടേതാണ്, പുതിയ നിയമം സഭയുടേതാണ്. നമ്മുടെ അകത്ത് കയറി കിടക്കുന്ന ചിന്ത അതാണ്. അവിടെ തൊട്ട് ഇത് പൊളിഞ്ഞേ പറ്റുള്ളൂ. ഇത് രണ്ടും രണ്ടല്ല, ഒന്നിൻ്റെ തുടർച്ചയാണ്. ദൈവസഭ പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ്. ഇതകത്ത് കയറാതെ നമുക്ക് ഈ പറഞ്ഞ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? പുതിയ നിയമസഭ വേറെയാണല്ലേ, അവിടുത്തെ ആലയം മാറിയില്ലേ, അവിടുത്തെ പൗരോഹിത്യം മാറിയില്ലേ, അവിടുത്തെ ഘടകങ്ങളെല്ലാം മാറ്റപ്പെട്ടല്ലോ. അപ്പോൾ രണ്ടും ഒന്നാണെന്ന് പറയുന്നത് എന്താണ്? ഞാൻ രണ്ടും ഒന്നാണെന്നല്ല പറഞ്ഞത്, ഒന്നിൻ്റെ തുടർച്ചയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഉൽപ്പത്തിയിൽ ആദാം പാപം ചെയ്തപ്പോൾ പിശാച് പ്രലോഭിപ്പിച്ച് ആദാം പാപം ചെയ്തപ്പോൾ യഹോവയാം ദൈവം പറഞ്ഞൊരു പദമുണ്ട്. എന്താ പറഞ്ഞത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ അവിടെ നടന്ന ആ പ്രഖ്യാപനം നിവർത്തിക്കപ്പെട്ടത് യേശുവിന്റെ ക്രൂശിലാണ്. കണ്ടോ? അപ്പോൾ യേശുവിന്റെ ക്രൂശിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തപ്പോൾ ആ തകർക്കപ്പെട്ട ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറി. കണ്ടോ? അപ്പൊ അത് ഏദൻ തോട്ടത്തിൽ ദൈവിക പ്രൊവിഷനിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന്, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് പാപത്താൽ വീഴ്ത്തപ്പെട്ട മാനവകുലത്തെ ക്രൂശിനാൽ തിരിച്ചു പിടിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന് ക്രൂശിലേക്ക് വരാൻ, ഭൂമിയിലേക്ക് വരാൻ ദൈവം ഒരുക്കിയ വഴിയാണ് യഹൂദൻ. അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിന്റെ സന്തതികളെ വിളിച്ചു, അവരെ ഒരു രാജ്യമാക്കി എടുത്തു, അവർക്ക് പൗരോഹിത്യം നൽകി. ഇങ്ങനെ നോക്കിയേ, അടുത്തൊരു ഭാഗം വരികയാണ്. അപ്പൊ ബൈബിളിലെ പ്രധാനപ്പെട്ട യുഗങ്ങൾ ഏതാണ്? 1, ആദാം മുതൽ മോശ വരെ പൂർവ്വയുഗം. 2, മോശ മുതൽ യോഹന്നാൻ വരെ ന്യായപ്രമാണ യുഗം. BC 1640 മോശയ്ക്ക് ന്യായപ്രമാണം നൽകുന്നു. വില്യം ഹേഴ്സിന്റെ കലണ്ടർ പ്രകാരം AD 30 യേശു ക്രിസ്തു മരിക്കുന്നത്. ഈ 1670 വർഷമാണ് ന്യായപ്രമാണ യുഗം. അതിനു മുമ്പുള്ള യുഗം BC 5400 മുതൽ BC 1700 വരെ, 1640 വരെ. അപ്പോൾ ആ യുഗം പൂർവ്വയുഗമാണ്. അപ്പൊ ഈ 2 യുഗങ്ങൾ വഴിവെട്ടിയത് 3-ാം യുഗത്തിനാണ്. അപ്പോൾ 3-ാം യുഗം പൊട്ടിപ്പുറപ്പെട്ട് വീണതല്ല, 2 യുഗങ്ങളുടെ തുടർച്ചയാണ്. കണ്ടോ? അപ്പൊ 2-ാം യുഗത്തിൽ എന്താ ഉണ്ടായത്? 2-ാം യുഗത്തിലാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം തുറന്നു നൽകിയത്. 1-ാം യുഗത്തിലോ? 1-ാം യുഗത്തിൽ ദൈവത്തിന്റെ തേജസ് തുറക്കുകയായിരുന്നു. നിങ്ങൾ നോക്കിയേ, പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയേ, തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. മോശയുടെ പ്രാർത്ഥന എന്താ? ദൈവമേ നിന്റെ തേജസ് കാണിച്ചു തരണമേ. അപ്പോൾ തേജസ്സുമായി ഭയങ്കര കണക്റ്റഡ് ആണ് പൂർവ്വയുഗത്തിലുള്ളവർ. അവർക്കുണ്ടായിരുന്ന വരമൊഴികളും ദൈവത്തിന്റെ പ്രത്യക്ഷതകളുമാണ്. വാമൊഴികളും ദൈവത്തിന്റെ പ്രത്യക്ഷതകളുമാണ്. പിതാക്കന്മാരുടെ വാമൊഴികൾ ആ യുഗത്തിലുള്ളവരാണ് കേട്ടത്. ഹാനോക്കിന്റെ ഏകദേശം 50 വയസ്സ്, ഞാൻ കൃത്യം മറന്നുപോയി, 50-60 വയസ്സ് വരെ ഹാനോക്കിന്റെ ഭവനത്തിനകത്ത് ആദാം ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആദാം മുതൽ 7-ാം തലമുറക്കാരായ ഹാനോക്കിന്റെ കാലഘട്ടം വരെ ആദാം കഥ പറയാൻ വീട്ടിലുണ്ട്. അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച കഥകൾ, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലെ കഥകൾ, ദൈവം ഇറങ്ങി വരുന്ന കഥകൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നവനാണ്. അപ്പൊ ഹാനോക്കിന്റെ തലമുറ വരെ ദൈവമായിട്ടുള്ള ഭയങ്കര ബന്ധത്തിൽ ജീവിച്ചൊരു കൂട്ടരവിടെ ഉണ്ട്. ഓക്കെ, തിരിച്ചു വരാം, നമ്മിലേക്ക് വരാം. അപ്പൊ ഇപ്പോ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ എന്താ നടന്നത്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ജീവൻ പ്രത്യക്ഷമായി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന എന്താണ്? അതുവരെ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാരോടെ ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ അന്വേഷിക്കും, ദൈവത്തെ കണ്ടെത്തും, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അനുഭവിക്കും, അവർ ഈ ഭൂമിയിൽ ജീവിക്കും, അവരെ ദൗത്യം നിവർത്തിച്ചവർ മരിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ അവന്റെ ജീവനാൽ നാം എല്ലാവരും പുത്രന്മാരായി മാറുകയാണ്. ഇത് അന്ന് വരെ ഉണ്ടായിരുന്നില്ല. പുത്രത്വം എന്ന് പറയുന്ന, യേശുവിനെ പോലെ ആകുക എന്ന് പറയുന്ന പ്രോസസ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ എന്താ ഉണ്ടായിരുന്നത്? പഴയ നിയമത്തിൽ അഭിഷേകം ഉണ്ടായിരുന്നു, ആത്മനിറവുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ആലയമുണ്ടായിരുന്നു, പൗരോഹിത്യം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ അഹരോന്യ ക്രമപ്രകാരമുള്ള പലതും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് അവന്റെ ജീവൻ കിട്ടി. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവും യേശുക്രിസ്തുവിന്റെ ആത്മാവും ഒരാത്മാവായി മാറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ ഇങ്ങനെ കറങ്ങി വരികയായിരുന്നു. 1 യോഹന്നാന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചു. 3-4 വാക്യങ്ങൾ ഓരോരുത്തരും മാറി മാറി വേഗത്തിൽ വായിക്കണം കേട്ടോ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു. നിങ്ങൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളാണെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ഇനി മനുഷ്യരല്ല, നിങ്ങൾ ദൈവജീവനുള്ള മനുഷ്യരാണ്. ഈ പദം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ വെറും മനുഷ്യരല്ല. നമ്മൾ സാധാരണ പറയുന്നൊരു പദമല്ലേ, ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം വരുമ്പം ഒന്ന് പിറുപിറുത്തു പോകുന്നു, ഒന്ന് തളർന്നു പോകുന്നു, ഒന്ന് വിഷമിക്കുന്നു. അപ്പം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മളവിടെ പറയുന്നത് ഓ മനുഷ്യനല്ലേ, അതൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ പദമുണ്ടല്ലോ. നമ്മൾ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടവർ സത്യത്തിൽ വെറും മനുഷ്യരല്ല, നമ്മൾ ദൈവ മനുഷ്യരാണ്, അല്ലെങ്കിൽ ദൈവജീവനുള്ള മനുഷ്യരാണ്. അപ്പൊ ഈ ദൈവജീവൻ നമ്മിലേക്ക് പകർന്നത് എന്തിനാണ്? ദൈവജീവൻ നമ്മിലേക്ക് പകർന്നത് നമ്മെ രാജകീയ പുരോഹിതന്മാരാക്കാനാണ്. നമ്മിൽ തുറന്നിരിക്കുന്ന പൗരോഹിത്യത്തിന് നമ്മൾ പ്രധാനമായി 2 പൗരോഹിത്യം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അത് ദൈവിക പൗരോഹിത്യവും രാജകീയ പൗരോഹിത്യമാണ്. ന്യായപ്രമാണ യുഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് അഹരോന്യ പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ ബ്ലെസ്സഡ് ആകാത്തത്. കേൾക്കണം കേട്ടോ, ഞാൻ ഓരോ ക്യാപ്ഷൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവസഭയ്ക്ക് എപ്പോൾ കിട്ടുന്നുവോ അപ്പോഴാണ് സഭ ബ്ലെസ്സഡായി മാറുന്നത്. സഭയ്ക്കകത്ത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സുകൾ, ഡിവൈൻ ബ്ലെസ്സിങ്ങുകൾ സഭയ്ക്കകത്ത് വെളിപ്പെടും. ദൈവം പൗരോഹിത്യം ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ പാപത്താൽ വന്ന തകർച്ചകളുടെ നടുവിൽ നിന്ന് ദൈവിക അനുഗ്രഹം തുറക്കാനാണ്. പുരോഹിതന്മാരാണ് ജനത്തെ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹമാണ് അവരുടെ ഈ ആലയത്തിൽ വന്നിട്ട് ജനം പിരിഞ്ഞു പോകുമ്പോൾ അവരെ ശലോം പറഞ്ഞ് അനുഗ്രഹിക്കും. ഈ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ചർച്ചകളിൽ ഉണ്ടത്. നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പിരിയുന്ന സമയത്ത് നമ്മൾ ആശീർവാദം പറയില്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കട്ടെ എന്ന് പറയില്ലേ? നമ്മൾ ഈ യോഗം കഴിയുമ്പോൾ നടക്കുന്ന ഏതോ ഒരു കുർബാന അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സാക്കി അവനെ വെച്ചേക്കുക. അതല്ല ദൈവിക പൗരോഹിത്യം. ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഒരു മനുഷ്യൻ ആ ആശീർവാദം പറയുമ്പോൾ അവിടെ തുറന്നു വരുന്നത് ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിംഗ് ആണ്. ഇസ്രായേൽ മക്കൾ ആലയത്തിൽ വന്ന് ഈ ബ്ലെസ്സിംഗ് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ബ്ലെസ്സിംഗ് അവർ രാജ്യത്തെ പ്രകൃതിയെ നിയന്ത്രിക്കും, ജലസമ്പത്തിനെ നിയന്ത്രിക്കും, അവരുടെ കൃഷി സമ്പത്തിനെ നിയന്ത്രിക്കും, കൃഷിക്കകത്ത് വരുന്ന കീടങ്ങൾ വരെ. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഈ കൃഷി നഷ്ടപ്പെട്ടു പോകുന്ന എപ്പോഴാ? കൃഷിക്ക് നാശം വരുന്ന എപ്പോഴാ? കീടങ്ങൾ വരുമ്പോഴല്ലേ. അപ്പൊ നമ്മുടെ കൃഷി ബ്ലെസ്സഡ് ആകണമെങ്കിൽ കീടങ്ങൾ വരരുത്. അതായത് എന്തോ പറയുന്നത്, ചെറിയ ചെറിയ ഈച്ചകൾ, പാറ്റകൾ, അതിന് എന്താ പറയുന്നത്, കീടനാശിനി അടിക്കുന്നത് അതിന് വിരോധമായിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്ഷുദ്ര ജീവികൾ, ചെറിയ ചെറിയ ജീവികൾ, ഇതിനെല്ലാം അകറ്റുന്നതാണോ ബ്ലെസ്സിങ്? അപ്പൊ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ദൈവത്തിന്റെ ആലയത്തിൽ വെളിപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് പ്രൊട്ടക്ഷനാണോ എന്ന് നമ്മുടെ ചർച്ച ഇതൊക്കെ മനസ്സിലാക്കും. എന്ന് നമ്മുടെ വിശ്വാസികൾ, ദൈവദാസന്മാർ ഇത് മനസ്സിലാക്കും. സഭയ്ക്കകത്ത് വരുന്ന ദൈവമക്കൾ സഭയ്ക്കകത്ത് വെച്ച് ഈ സഭയ്ക്കകത്ത് വരുന്ന 8 മണി തൊട്ട്, നമ്മുടെ അവിടുത്തെ സമയം പറയാണ്, 8 മണി തൊട്ട് 11 മണി വരെ നമ്മൾ കർത്താവേ കൃപ 8 മണി മുതൽ 11 മണി വരെയുള്ള ഒരു എന്താ പറയുക, ഒരു മീറ്റിംഗ് കൂടാനല്ല നമ്മൾ സഭായോഗത്തിന് വരുന്നത്. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പള്ളി പോയിക്കൊണ്ടിരുന്നവരായിരുന്നു, പണ്ട് നമ്മൾ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അപ്പൊ പണ്ട് അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് സഭയിൽ വരികയാണ്. നമ്മുടെ ജീവിതം ഇനി ഞാനും കർത്താവും മതി അല്ല, നീയും കർത്താവും പോരാ. ശ്രദ്ധിക്കണം കേട്ടോ. ക്രിസ്തീയ ജീവിതം നീയും കർത്താവും കൂടെ ജീവിക്കുന്നതല്ല. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് നീയും കർത്താവും കൂടിയാണ് ആരംഭിക്കുന്നത്. എന്നാൽ കർത്താവിന് ഒരു ശരീരമുണ്ട്. കർത്താവിന്റെ ശരീരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒന്ന്, കർത്താവിന് ഒരു ലോക്കൽ ചർച്ചുണ്ട്. 2, കർത്താവിന് ഒരു മാർമിക ശരീരമുണ്ട്. അപ്പൊ കർത്താവിന്റെ ശരീരവുമായി നീ കണക്റ്റഡ് ആണ്. കർത്താവിന്റെ ശരീരവുമായി കണക്റ്റഡ് ആകാതെ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നടക്കുന്നൊരു വ്യക്തി അല്ല നമ്മൾ. നിങ്ങൾക്ക് ഒരു ഡിവൈൻ മെന്റർഷിപ്പ് ഉണ്ടാകണം. നിങ്ങൾ ഒരു ഡിവൈൻ കണക്ഷനിലായിരിക്കണം. പോട്ടെ,
അവിടേക്കൊക്കെ പോയാൽ സമയം കൂടുതൽ പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് സാരാംശം, നിങ്ങൾ രാജകീയ പുരോഹിതന്മാരാണ്. നിങ്ങൾ പൗരോഹിത്യം നിങ്ങളുടെ അകത്ത് പണിയപ്പെടണം. അപ്പോൾ ഈ പൗരോഹിത്യത്തിനകത്ത് പണിയപ്പെടുന്നവരുടെ അകത്താണ് ഇപ്പം നിങ്ങൾക്ക് ഈ വടക്കേന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പം നമുക്ക് വിഷമം വരും, ഒരു തകർച്ചയൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ ശരീരം എന്ന നിലയിലുള്ള ഒരു വേദന വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പൗരോഹിത്യമുണ്ട്. നമ്മളിപ്പം കുറച്ച് പേർത്ത് നമ്മൾ അല്പനേരം പ്രാർത്ഥിച്ചു, വടക്കേന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ നിങ്ങളുടെ അകത്ത് ഇത് ഭാരമാകുന്നുണ്ടോ? ഞാൻ ചോദ്യം മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം വടക്കേന്ത്യയിലെ പീഡകൾക്ക് വേണ്ടി ഇന്ന് രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ. ആ ദൈവദാസൻ ഇന്നലെ ഇന്നലെ രാത്രി വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചിരുന്നു. ദൈവദാസൻ ഇന്നലെ രാത്രി അവരവിടെ കമ്പിളിയൊക്കെ കൊടുത്തു, ഒരു ആശ്വാസം. ഭയാനകരമാണ് അവിടുത്തെ അവസ്ഥകൾ. അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രാർത്ഥന മാത്രമാണോ? നിങ്ങളുടെ അകത്ത് ഇങ്ങനെ സഭ എന്ന് പറഞ്ഞൊരു ഭാരമായിട്ട് കയറുന്നുണ്ടോ? സഭ നിങ്ങളുടെ അകത്ത് ഭാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പൗരോഹിത്യം തുറന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനേക്കാൾ, നിങ്ങൾ ഇടപെടുന്ന വിഷയങ്ങളെക്കാൾ, നിങ്ങളുടെ ജോലിയേക്കാൾ, നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ നിങ്ങളുടെ അകത്ത് ദൈവരാജ്യം ഒരു ഭാരമായി കയറുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ അകത്ത് പൗരോഹിത്യം ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ആത്മീക വളർച്ചയെയും നിങ്ങളുടെ പ്രയർ ലൈഫിനെയും നിങ്ങളുടെ വചനധ്യാനത്തെയും നിങ്ങളുടേതായ ഘടകങ്ങൾ എന്തും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെയും പ്രയർ ലൈഫിനെയും ബാധിക്കുന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നത് എനിക്ക് ഒന്നിനും സമയമില്ല, ഭയങ്കര പ്രശ്നമാണ്. ഒന്നിനും സമയമില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നിന്റെ അകത്തുള്ള പൗരോഹിത്യം കെട്ടപ്പെട്ടു പോകും. അപ്പൊ പൗരോഹിത്യം ഓപ്പൺ ആകണമെങ്കിൽ നമ്മുടെ അകത്ത് അവന്റെ ലൈഫ് തുറക്കണം. ഇന്ന് വായിച്ചു നിങ്ങൾ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെയും, ഞാനൊരു പൊതുവായ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിങ്ഡമാണ് പഠിക്കുന്നത്. അതിൻ്റെ ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ ഇന്ന് ഇത്ര ഷോർട്ട് നോട്ടീസ് ഇട്ടപ്പോൾ 10-28 പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ മത്തായി തന്നെ തുടരുമായിരുന്നു. ഇത്രയും പേര് വന്നതിനായി സ്തോത്രം. അപ്പോൾ വചന പഠനം നിങ്ങളുടെ സ്പന്ദനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മളത് കണക്ട് ചെയ്യാണ്. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 9-ാം വാക്യം 2:9. വേഗം കൊടുക്കണം, വേഗം 1-2 വാക്യം പെട്ടെന്ന് വായിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പൊ ഇവിടെ പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഈ വാക്യം എല്ലാവരും പറയും, പക്ഷേ അതിന്റെ 3-4 വാക്യം ശ്രദ്ധിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോർണിംഗ് പ്രയർ പറഞ്ഞതാണത്. 3-4 വാക്യം എടുത്ത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നിങ്ങൾ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടണം. അപ്പൊ ഇത് ആദ്യകാലത്തെ പ്രോസസ് അല്ലേ? ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ പുരോഹിത വർഗവുമാകുന്നു. ഇത് 2:9. അപ്പൊ നമ്മൾ വന്ന വഴിക്ക് പുരോഹിതന്മാരായോ? വന്ന വഴിക്ക് നമ്മൾ രാജകീയ പൗരോഹിത്യം നമ്മൾ വാഴാൻ തുടങ്ങിയോ? എപ്പോഴാ തുടങ്ങുന്നത്? 2:1 പറയുകയാണ്, ആകയാൽ നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവം വിട്ടുകളഞ്ഞ് നിങ്ങൾ വളരണം. അപ്പൊ നിങ്ങൾ വളരുമ്പോൾ എന്തുണ്ടാകുന്നത്? ആ വളർച്ചയിൽ നിങ്ങൾ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വരും. 2:1 അങ്ങനെയല്ലേ? 2:1 അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ, 2:1 വായിച്ചേ. 2:1. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും
വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കുക. അപ്പൊ ഇത് നീക്കുന്നത് ഒരു പ്രോസസ്, ക്രിസ്തുവിൽ വളരുന്നത് അതിനുമായി കണക്റ്റഡ് ആയ പ്രോസസ്. അപ്പൊ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുമ്പോഴാണ് പുരോഹിതനായി വളരുന്നത്. ശരിയായോ? ഞാൻ പറഞ്ഞ ആശയം. അപ്പൊ നമ്മൾ അസൂയ എന്ന് പറയുന്ന ഘടകം ഉണ്ടെങ്കിൽ നമ്മൾ ആരായിട്ടില്ല. നിങ്ങൾ ആരും മിണ്ടുകയല്ല, ഭൂരിഭാഗം ആൾക്കാരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുക. സാരമില്ല. അപ്പൊ നമ്മുടെ അകത്ത് അസൂയ എന്ന് പറയുന്ന ജഡസ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആരായിട്ടില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് പ്രകാരമുള്ള പൗരോഹിത്യം തുറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അകത്തുള്ള ജഡസ്വഭാവത്തെ നമ്മൾ മരിപ്പിക്കുന്നത് അവന്റെ ജീവനാലാണ്. അങ്ങനെയാണ് വാക്യം കിടക്കുന്നത്. അവന്റെ ജീവനാൽ നാം നമ്മുടെ അവയവങ്ങളിൽ വാഴുന്ന ജഡസ്വഭാവത്തെ മരിപ്പിക്കണം. അപ്പൊ ഈ ജീവൻ തുറക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളിൽ തുറന്നു വരികയില്ല. ഒരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം ജീവനിൽ നിന്ന് നിങ്ങൾ അകലുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം, പ്രകൃതി, പ്രത്യേകത എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. 4-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യത്തിലേക്ക് വന്നേ. എഫേസ്യ ലേഖനം 4:17, 18, 19. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അടുത്തത്, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മരണം തഴമ്പിച്ച് പോയവർ ആകയാൽ. അപ്പൊ ജീവനിൽ നിന്ന് അകന്നാൽ എന്താ ഉണ്ടാകുന്നത്? നിങ്ങളുടെ മനസ്സ് തഴമ്പിച്ചു പോകും. അപ്പൊ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകലുന്നവരുണ്ടോ? അപ്പൊ ജീവൻ എന്തുണ്ടാക്കും? നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ലൈവാക്കി നിർത്തും. ചെല്ലി പ്രാർത്ഥിക്കാൻ, ഞാനില്ലെന്നേ, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ ആത്മീക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ ഒരു നെഗറ്റീവ് സെൻസ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർത്താവിന് എന്നെ വേണ്ടെന്നേ, കർത്താവ് ഇപ്പൊ പണ്ടത്തെ പോലൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നേ. കണ്ടോ? അപ്പൊ ജാതികളെ പോലെ വ്യർത്ഥബുദ്ധികളായി ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം പഴപ്പിച്ചു പോകുകയാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നാം നീതിയുടെ വചനം ഭക്ഷിക്കണം. നീതിയുടെ വചനം ഭക്ഷിക്കുമ്പോൾ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കേട്ടോ? അപ്പൊ ജീവനിൽ തഴമ്പിക്കുന്നവരുണ്ട്, ജീവനിൽ വാഴുന്നവരുണ്ട്. നല്ലൊരു കൂട്ടം ആളുകളിലും ജീവൻ ഓപ്പൺ ആയിട്ടില്ല. എന്നോട് പിണങ്ങരുത് ആരും, കേട്ടോ? നല്ലൊരു കൂട്ടം ആളുകളിലും കർത്താവിൻ്റെ ജീവൻ അവരുടെ ആത്മാവിൽ നിന്ന് തുറന്നിട്ടില്ല. തുറക്കാത്തതിന് കാരണം അവർക്ക് നീതിയുടെ വെളിപ്പാട് കിട്ടിയിട്ടില്ല. നീതി നമുക്ക് അറിയാം. നീതിയുടെ വെളിപ്പാട് വന്നാൽ മാത്രമേ നിങ്ങളിൽ നിന്ന് ജീവൻ തുറക്കുകയുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വന്ന് എന്നിട്ട് നമുക്ക് നീതി തുറക്കുമ്പോൾ ഘടകം നോക്കാം, ജീവൻ തുറക്കുമ്പോൾ റിസൾട്ട് നോക്കാം. റോമാലേഖനം 8:10 വന്ന് നിങ്ങൾ റോമാലേഖനം 8:10 ആത്മാവ് ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, അപ്പൊ നിങ്ങളുടെ ശരീരം മരിക്കും. പക്ഷെ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനാകും. കണ്ടോ? അപ്പൊ റൈച്ചസ്നെസ് നിമിത്തം നിങ്ങളുടെ സ്പിരിറ്റ് ലൈഫായി മാറും. ഇത് നിങ്ങളുടെ അകത്ത് ഒരു അടിസ്ഥാന പാഠമായി കിടക്കണം. നിങ്ങളുടെ ആത്മാവ് ജീവനാകുമ്പോഴാണ് നിങ്ങൾ ജീവനിൽ വാഴാൻ തുടങ്ങുന്നത്. ഇത് ഞാൻ വിശദമായിട്ട് റോമാലേഖനത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. റോമാലേഖനം 5:17. ഞാനിത് എല്ലാം വാക്യങ്ങൾ കണക്ട് ചെയ്താണ് പറയുന്നത്, കേട്ടോ? ഇതിങ്ങനെ വചനം കണക്ട് ചെയ്ത് പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ചത് കെ തോമസ് പാസ്റ്ററാണ്. കെ തോമസ് പാസ്റ്റർ അപ്പാപ്പനാണ് ആളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോനെ, വചനം കൊണ്ട് തെളിയിക്കണം, കഥ പറഞ്ഞല്ല തെളിയിക്കേണ്ടത്. അപ്പാപ്പൻ ഇത് പറയാറുള്ളത്, ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, അപ്പാപ്പൻ ഇത് പറയാറുള്ളത്,
യേശുക്രിസ്തു എപ്പോഴും, യേശുക്രിസ്തു തുടർന്ന ശുശ്രൂഷ എപ്പോഴും പഴയ നിയമ ഉദ്ധരണികളെ തെളിയിച്ച് പുതിയ നിയമത്തിൽ കണക്ട് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മുടെ ആശയങ്ങളായിട്ടല്ല പറയേണ്ടത്, ആശയങ്ങളെ തെളിയിക്കേണ്ടത് വചനത്താലാണ്. അത് അതിനകത്ത് വെളിപ്പാടുണ്ട്, വേണ്ടവർ മനസ്സിലാക്കുക. നോ, ബൈബിളിനകത്തുള്ളത് നമുക്ക്, ബൈബിളിനകത്തുള്ളത് മനസ്സിലാക്കുന്നതല്ല വെളിപ്പാട്. ബൈബിളിനകത്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം നമ്മുടെ അകത്ത് പതിയുന്നതാണ് വെളിപ്പാട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. കുറെ ആൾക്കാർ, ഞാൻ ഈ സംവാദങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുമ്പം ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, പാസ്റ്റർ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, മറന്നുപോയി ഞാൻ. 8-ാം അധ്യായത്തിൽ പറഞ്ഞു കർത്താവ് രണ്ടാമത് വന്നു എന്ന വാക്യം എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലുണ്ട്. ഞാൻ 8-ാം അധ്യായത്തിൽ കർത്താവ് രണ്ടാമത് വന്നു, കർത്താവ് രണ്ടാമത് വരാൻ പോകുന്നില്ലേ ഉള്ളൂ. അപ്പൊ അവൻ പറയുകയാണ്, മുൻകൂടാരം പൊളിക്കപ്പെട്ടു എന്ന് പറയുന്നത് കർത്താവ് വന്ന വരവാന്ന്. ആര് പറഞ്ഞു അത്? അല്ല, അത് പാസ്റ്റർ ദൈവാത്മ വെളിപ്പാട് വന്നാലേ അത് മനസ്സിലാവുള്ളൂ. കണ്ടോ? അപ്പൊ മുൻകൂടാരം പൊളിക്കപ്പെട്ടു എന്നുള്ളത് പ്രട്ടറിസം എന്ന് പറയുന്ന ടീച്ചിങ്സുകാരുണ്ട്. അവർ പഠിപ്പിക്കുകയാണ് മുൻകൂടാരം പൊളിക്കപ്പെട്ടു എന്ന് പറയുന്നത് കർത്താവ് വന്നതാണ്. ആര് പറഞ്ഞത്? അവൻ പറഞ്ഞു അത് വെളിപ്പാടാണ്. എവിടെ നിന്ന് കിട്ടിയ വെളിപ്പാട്? അത് ഞങ്ങൾക്ക് കിട്ടിയ വെളിപ്പാട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ വെളിപ്പാട് വരാൻ നിങ്ങളെന്താ? ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതല്ല വെളിപ്പാട്. ബൈബിളിൽ പറഞ്ഞ വാക്കുകൾ നാം ഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മൾ ബൈബിൾ പറയുന്നു, നമ്മൾ മരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിനോട് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അതൊരു ഡിവൈൻ ട്രൂത്താണ്. ഇത് നമ്മുടെ മനസ്സിനകത്ത് പതിഞ്ഞിട്ടില്ല. നമുക്കിത് ഉൾക്കൊണ്ട കാര്യമല്ല. നിങ്ങൾ ക്രിസ്തുവിലാണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ഡിവൈൻ ട്രൂത്തുകൾ നമ്മുടെ അകത്ത് ബോധ്യമാകുകയും അത് അടുത്ത തലത്തിലേക്ക് നമ്മുടെ മനസ്സ് അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. ഇപ്പൊ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അകത്ത് മറനീക്കി നമ്മുടെ അകത്ത് തെളിഞ്ഞു വരുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഡിവൈൻ ട്രൂത്തുകൾ നമ്മുടെ അകത്ത് ബോധ്യമാകുന്നതാണ്. അല്ലാതെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയ വെളിപ്പാട് സ്വപ്നം കാണുന്നതും ദർശനം കാണുന്നതും വേറെ. ബൈബിളിനകത്തുള്ള വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം, എഴുതിയ കാര്യം നമുക്ക് ബോധ്യമാകുന്നു. നമ്മൾ ആ ലൈഫിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് വെളിപ്പാട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഡൗട്ട് വന്നോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം തെളിഞ്ഞു എന്ന് എനിക്ക് തന്നെ ഒരു സംശയം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയും. രണ്ടും മിണ്ടുന്നില്ല, അപ്പൊ മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി പാസ്റ്റർ. കൃപ. ഓക്കെ, അപ്പൊ ഇനി നമ്മളിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നിങ്ങളിൽ പൗരോഹിത്യം ഓപ്പൺ ആകണമെങ്കിൽ നിങ്ങൾ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമായി പണിയപ്പെടണം. അപ്പൊ നമ്മൾ തിരുവചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങും. 2, ആ ജീവനുള്ളത് മുഴുവൻ നമ്മിൽ തുറന്നു വരാൻ തുടങ്ങും. കേൾക്കണം, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന കാര്യമാണ്. ഇത്രയും കാര്യം പറഞ്ഞത് ഇൻട്രസ്റ്റ് വരുന്ന കാര്യമല്ല, നമ്മൾ ഗ്രഹിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വന്നപ്പോൾ. ഇനി നമ്മൾ യേശുക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എറ്റേണൽ ലൈഫാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കാതെ വായിക്കാൻ മാർക്കെങ്കിലും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടവർക്ക് കിട്ടിയ ജീവൻ ഏത് ജീവനാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്, പഴയ വാക്യമാണ്. നമ്മൾ പഴയ വാക്യെല്ലാം പഴയതാണ്. സോറി, ഏറ്റവും പരിചിതമായ വാക്യമെന്നുള്ള വെളിപ്പാട് ചിന്തയിൽ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കി. അപ്പം ഈ നിത്യജീവൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? എവർലാസ്റ്റിംഗ് ലൈഫ്. നിത്യജീവൻ എവർലാസ്റ്റിംഗ് ലൈഫും 2 പദമുണ്ട്. എന്നാ പിന്നെ അങ്ങനെ പറ. 2 പദമുണ്ട്.
നിത്യജീവൻ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. eternal life. ഒന്ന് എറ്റേണൽ ലൈഫും രണ്ട് എവർലാസ്റ്റിംഗ് ലൈഫുമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവനെ കുറിച്ച് പറയുമ്പോൾ അതിനെ എറ്റേണൽ ലൈഫ് എന്നും വിശ്വസിക്കുന്ന നമുക്ക് കിട്ടുമ്പോൾ അതിനെ എവർലാസ്റ്റിംഗ് ലൈഫ് എന്നും പറയും. കാരണം എറ്റേണൽ ലൈഫിന് ആരംഭമുണ്ട്, അവസാനമില്ല. ആരംഭവും അവസാനവും ഇല്ലാത്തതാണ് എറ്റേണൽ ലൈഫ്. എന്നാൽ എവർലാസ്റ്റിംഗ് ലൈഫിന്റെ പ്രത്യേകത, എവർലാസ്റ്റിംഗ് ലൈഫിന് ആരംഭമുണ്ട്, അവസാനമില്ല. നാം നിത്യജീവൻ പ്രാപിച്ചപ്പോൾ നാം പ്രാപിച്ച ജീവൻ യേശുക്രിസ്തുവിന്റെ ജീവനാണ്, എറ്റേണൽ ലൈഫാണ്. പക്ഷെ നാം പ്രാപിച്ചപ്പോൾ നമ്മിൽ അതിന് ആരംഭമുണ്ട്, അതുകൊണ്ട് അതിന് എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് പറയുന്നു. കണ്ടോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം നൽകുവാൻ കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ദാറ്റ് whosoever believed in him should not perish but have everlasting life. കണ്ടോ, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. നമ്മുടെ ആളുകൾ ഈ കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അകത്ത് നിത്യജീവനുണ്ട്, നിത്യജീവനുണ്ട്. അപ്പൊ അവങ്കിലേക്ക് നോക്കിയവർ ഏവരും പ്രകാശിതരായി, അവർ നശിച്ചു പോകില്ല, അവർ ലജ്ജിച്ചു പോകില്ല. അപ്പം ദൈവത്തിലേക്ക് നോക്കിയവർ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ലെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിലെ വാക്യം നമുക്കറിയാം. എന്നാൽ ലജ്ജിച്ചു പോകില്ലെന്നല്ല, നശിച്ചു പോകില്ല. അപ്പൊ നമ്മുടെ കുടുംബത്തിനകത്ത് ആദാമ്യ പാപത്തിൽ വരുന്ന നാശങ്ങൾ മൊത്തം ഈ ലൈഫിൽ നിങ്ങൾ വാഴാൻ തുടങ്ങിയാൽ നിങ്ങളിൽ നിന്ന് നശിപ്പിക്കപ്പെടാൻ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ഘടകങ്ങളെ മുഴുവൻ നിങ്ങൾ ചെയ്യിക്കും. ഇത് പരിമിതിയില്ലാത്ത ജീവനാണ്, ഒന്നും നിങ്ങളുടെ കുടുംബത്തെ അവസാനിപ്പിക്കില്ല. എവർലാസ്റ്റിംഗ് ലൈഫ് ശരിക്കും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം എൻ്റെ തലേ മൊത്തം മുടി വരും. ഹലോ, നിങ്ങളൊന്ന് ഒരു ആശ്വാസം വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമാകുന്നു. അപ്പോൾ എവർലാസ്റ്റിംഗ് ലൈഫ് ഓപ്പൺ ആയി. ഈ എവർലാസ്റ്റിംഗ് ലൈഫാണ്, നിത്യജീവനാണ് ഈ ഭൂമിയിൽ സകലവിനെ ഉണ്ടാക്കിയത്. അവന്റെ ജീവനാണ് ഈ ഭൂമിയിൽ സകലവിനെ ഉണ്ടാക്കിയത്. അപ്പൊ ആ ജീവൻ നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഇതിനെയാണ് നിങ്ങൾ വെളിപ്പാടെന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ അകത്തുള്ളത് എവർലാസ്റ്റിംഗ് ലൈഫാണ്. ആ ലൈഫ് എവിടെ നിന്ന് കിട്ടിയതാണ്? അവനിൽ നിന്ന് കിട്ടിയതാണ്. ആ ലൈഫ് അവനിലായിരുന്നപ്പോൾ അതിന്റെ പേരെന്താണ്? എറ്റേണൽ ലൈഫ്. അവനിൽ ജീവനുണ്ടായിരുന്നു. ഈ ജീവനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ജീവന്റെ പ്രത്യേകത എന്താ? ഇത് പരിധിയില്ലാത്ത ജീവനാണ്, ഇത് സൃഷ്ടിക്കുന്ന ജീവനാണ്. അപ്പൊ ഈ ജീവന് കൊണ്ട് മടക്കുക. ഹലോ, ഈ ജീവന്റെ പ്രത്യേകത, ഞാൻ ഒരിക്കൽ ഈ ജീവന്റെ ക്ലാസ് എടുത്തു ചർച്ചിനകത്ത്, സൂമിനകത്ത്. അപ്പോൾ ഉണ്ട് ഓരോരുത്തർ വീടിന് പുറത്ത് പോയിട്ട് ഓരോന്ന് പറഞ്ഞ് അവരുടെ എന്താ പറയുക, റോസിനകത്ത് പൂവുണ്ടാകുന്നു, വീടിനകത്ത് ഫാൻ കറങ്ങുന്നു, ഇങ്ങനെ അവർ ഓരോരുത്തർ കൽപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അവർ ഓർക്കണ്ടോ നിങ്ങൾ ഈ കാര്യം? ലിനി സിസ്റ്റർ ഉണ്ടായിരുന്നു, ലെതർ സിസ്റ്റർ ഉണ്ടായിരുന്നു, നിങ്ങൾ കുറേ പുതിയ ആൾക്കാരൊന്നും വന്നില്ല. ലിനി സിസ്റ്റർ പോയിട്ട് പൂവിനോട് കൽപ്പിച്ചപ്പം റോട്ടിൽ എന്താ പറയുക, അതുവരെ കായ്ക്കാത്ത എന്താ റോസാന്ന് തോന്നുന്നു പൂവുണ്ടാകുന്നു. നമ്മുടെ എന്താ പറയുക, സുമ സിസ്റ്റർ വീട്ടിൽ കേടായ ഫാൻ കറങ്ങുന്നു. ഇപ്പം എല്ലാം കൂടെ കറങ്ങുമ്പോഴേക്കും എനിക്കൊരു സംശയം, ഇത് എൻ്റെ വീട്ടിൽ മാത്രം കറങ്ങില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കറക്കേണ്ടതൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇൻഡിഗോയുടെ കാറ് കംപ്ലൈൻ്റായി കിടക്കുകയാണ്. കാറ് നന്നാക്കണമെങ്കിൽ 70,000 രൂപ വേണമെന്ന് അന്നത്തെ ഹൈസൻ മോട്ടേഴ്സുകാർ പറഞ്ഞിരിക്കുന്നു. 70,000 കൊടുത്ത് കാറ് നന്നാക്കി കഴിഞ്ഞാൽ കാർ അവരെടുക്കാമെന്ന് പറഞ്ഞു. അവരെടുക്കുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു 35,000 രൂപയാന്ന് തോന്നുന്നു. കണക്കൊക്കെ ചെറിയ മാറ്റമുണ്ട് കേട്ടോ. അർത്ഥം ഈ കാറ് കൊടുക്കണമെങ്കിൽ എനിക്ക് 35,000 വേണം. അപ്പോൾ ഞാൻ ഈ കാറ് കൊണ്ടുപോയി എന്താ പറയുക, ഈ പട്ടാളത്തിൽ കൊണ്ട് വെട്ടായിട്ടേക്കുക. കാരണം കാറ് കമ്പനി കൊടുത്ത് നന്നാക്കണമെങ്കിൽ അവർക്ക് 70,000 കൊടുക്കണം. നമ്മുടെ മകൻ ക്രിസ്റ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അന്നത്തെ മാനേജർ എന്ന് പറയുന്നത് നമ്മുടെ ഡെറിക്കിന്റെ പപ്പ, അവന്റെ പേരെന്താ, ധീരജ് ബ്രദർ അവിടുത്തെ മാനേജരാ. അപ്പൊ അവരെന്നെ പറ്റിയല്ല, കാറ് നന്നാക്കാൻ 70,000 രൂപ. ഞാൻ പറഞ്ഞു, ആ കാറ് നിങ്ങൾ എടുക്കുമോ? ആ കാർ എടുക്കാം, 35,000 ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാർ എടുത്തോളം പറഞ്ഞു 35,000 കാറ് ഞങ്ങൾ എടുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തുക അങ്ങോട്ട് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കാം കേട്ടോ. 35,000 കാർ എടുക്കണമെങ്കിൽ പാസ് 70,000 രൂപ തന്ന് കാറ് നന്നാക്കി തന്നാൽ 35,000 ഞങ്ങൾ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നഷ്ടം 35,000. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ നഷ്ടത്തിൽ ഞാൻ തരുന്നത് എന്തിനാ? ഞാൻ ഈ കാറ് വെട്ടാൻ കൊടുക്കാൻ പോവാ, എനിക്ക് 10,000 പട്ടാളക്കാർ തരും. പട്ടാളം എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ തൃശ്ശൂർ, നമ്മുടെ ജെയ്സൺ പട്ടാളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വെട്ടാൻ വേണ്ടി വണ്ടി കൊണ്ടിട്ടേക്കുക. ഏത് വണ്ടി? പണ്ടത്തെ ഇൻഡിഗോ കാറ് കൊണ്ടിട്ടേക്കുക. അപ്പോൾ ഈ ജീവൻ പഠിപ്പിച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അകത്തൊരു ചിന്ത, ഹേയ്, വെറുതെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചാലോ വല്ലതും നടന്നാലോ
ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ പറയുന്നു, ഈ കാറിനകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെ കംപ്ലൈന്റ് എനിക്കറിയില്ല, യേശുവിന്റെ നാമത്തിൽ അത് ശരിയാകട്ടെന്ന് ഒറ്റ വാക്ക് പറയും. വെറുതെ രസത്തിന് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞപ്പോൾ ഒരു വിശ്വാസത്തിലാണ് പറഞ്ഞത്. ഉണ്ടായ അത്ഭുതം കേൾക്കണോ? അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക്ഷോപ്പ്, അത് മറ്റേ കൊണ്ടുപോയത് ഇവരുടെ വർക്ക്ഷോപ്പാണ്, നമ്മുടെ ടാറ്റ മോട്ടേഴ്സിൻ്റെ വർക്ക്ഷോപ്പിൽ തൃശ്ശൂർ, ഇവിടെ നമ്മുടെ അഞ്ചേരിയിലൊരു വർക്ക്ഷോപ്പ് കയറണം. അങ്ങനെ വിളിച്ചിട്ട് ഞാൻ അങ്ങള് ഒരു പ്രായമുള്ള അപ്പച്ചൻ ഇതൊന്ന് വന്ന് നോക്കാമെന്ന് ചോദിച്ചു. അപ്പച്ചൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റേ ആകെ കൂടെ 600 രൂപയുടെ ഒരു കേബിളിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളൂ വണ്ടിക്ക്. അപ്പച്ചൻ വന്ന് കേബിൾ മാറ്റി, അപ്പച്ചന് 300 രൂപ പൈസയും കൊടുത്ത് 900 രൂപയ്ക്ക് പരിപാടി തീർന്നു. ആ വണ്ടി ഞങ്ങൾ കൊടുത്തത് 85,000 രൂപയ്ക്കാന്ന് എൻ്റെ ഓർമ്മ, അത് 90,000. ഞാൻ എമൗണ്ടൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം നമ്മിൽ നിന്ന് നമ്മൾ ഫെയ്ത്തിനാൽ പറയുന്ന പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നില്ല. സത്യമാണപ്പോൾ ഒരു പരീക്ഷണത്തിന് പറഞ്ഞതാ, പക്ഷെ നിൽക്കുന്നത് ആ ലൈഫിലായിരുന്നു. കണ്ടോ? അപ്പൊ എറ്റേണൽ ലൈഫിന്റെ പ്രത്യേകത, എവർലാസ്റ്റിംഗ് ലൈഫിന്റെ പ്രത്യേകത, അത് സൃഷ്ടിക്കുന്നതാണ്. ഈ ജീവനാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ അകത്ത് വന്നത്. ഇത് അവന്റെ ജീവനാണ്, ഇത് സൃഷ്ടിക്കുന്ന ജീവനാണ്, ഇത് സൃഷ്ടിപ്പ് നടത്തുന്നത്. അപ്പൊ ഈ ജീവൻ നിറഞ്ഞവരുടെ കൂട്ടമാണ് സഭയെങ്കിൽ, ആ സഭയ്ക്കകത്ത് അവയവങ്ങളെ സൃഷ്ടിക്കുന്ന, ഇല്ലാത്തവനെ വിളിച്ചു വരുത്തുന്ന, എറ്റേണൽ ലൈഫ് തുറക്കുന്നവല്ലേ സഭ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഈ ജീവൻ നിങ്ങളുടെ ഭവനത്തിൽ തുറന്നാൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇല്ലാത്തത് സൃഷ്ടിക്കപ്പെടുമോ? ഓ, നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ല. ഈ ലൈഫ് നിങ്ങളുടെ അകത്തുണ്ട് കേട്ടോ, ഈ ലൈഫ് നിങ്ങളുടെ അകത്തുണ്ട് കേട്ടോ, ഈ ലൈഫ് നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ഈ ലൈഫുണ്ട്, ഈ എറ്റേണൽ ലൈഫുണ്ട്. 1 മിനിറ്റ് ഒന്ന് അന്യഭാഷ ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഷംദൽഘടകന, ഇതൊരു വെളിപ്പാടായി നിങ്ങളുടെ അകത്ത് കയറട്ടെ. ഇത് നിങ്ങളുടെ അകത്ത്, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മുടെ അകത്ത് വെളിപ്പാടാകുന്നതിനെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്, അല്ലാതെ ഇല്ലാത്തൊരു കാര്യമല്ല. ഈ കാര്യം നമ്മുടെ അകത്തുള്ളത്, നമുക്ക് ദൈവാത്മാവ് നമ്മുടെ അകത്ത് ഈ ഒരു ബോധ്യം, ഈ ഒരു റെവലേഷൻ നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമരം തുറന്ന് പ്രാർത്ഥിച്ച് 1 മിനിറ്റ് മൈക്കൺമുട്ടി ഇത് പ്രാർത്ഥിച്ച്. ഷഖന രഗശസ്കനാദിനാദന വൈഡൽ ഘടകദന വൈശ പ്രൗഢപന ഘടകദനം അന്തൽ പ്രൗഢപന. നിങ്ങളുടെ അകത്ത് ജീവനുണ്ട് കേട്ടോ, നിങ്ങളുടെ അകത്ത് ഈ ജീവനുണ്ട്, നിങ്ങളുടെ അകത്ത് ജീവനുണ്ട്. ഷാബ ഹത്തുരാദന ശമ്പൽ പ്രൗഢപന ഹതുരപന ഘടകദന. പ്രാർത്ഥിച്ചോ. ഷാബൽ പ്രൗഢപന. ഈ ജീവൻ തുറക്കും, ഈ ജീവൻ നിങ്ങളുടെ അകത്തുനിന്ന് തുറക്കുന്നതാണ്. ഇത് സൃഷ്ടിക്കപ്പെടാത്ത ജീവനാണ്, ഇത് പരിമിതിയില്ലാത്ത ജീവനാണ്, ഇത് പരിമിതിയില്ലാത്ത ജീവനാണ്. ഓക്കെ, നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ വേഗത്തിൽ നോക്കി അവസാനിപ്പിക്കാം. അപ്പൊ ഈ ജീവൻ, ആ ജീവനിൽ യേശുവിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഈ ജീവനിലാണ് ശുശ്രൂഷിച്ചത്. നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മുടെ പ്രവർത്തികളോ നമ്മുടെ ശുശ്രൂഷകളോ വരങ്ങളിലോ നമ്മുടെ കഴിവുകളിലോ ആശ്രയിക്കാതെ അവന്റെ ജീവനിൽ നിന്നായാൽ നമുക്ക് അവൻ ശുശ്രൂഷ ചെയ്യാം. അവന് വാക്യങ്ങൾ, ഞാൻ എൻ്റെ മൊബൈലിൽ എന്തോ സ്റ്റക്കായി കിടക്കണേ, ഏതോ ബട്ടൺ, ഇതൊക്കെ മറന്നുപോയി. ഞാൻ വാക്യം പറയാം. യോഹന്നാൻ 14:6, 1 യോഹന്നാൻ 5:12, കൊലോസ് ലേഖനം 3:4. ഈ വാക്യങ്ങൾ വായിച്ചാൽ ഈ ജീവൻ നിങ്ങളിൽ തുറക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ജീവനാൽ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിച്ച് നിങ്ങൾ ജീവനിൽ വാഴുന്ന ഈ തലത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനൊരു ജീവനുണ്ട്, ഈ ജീവൻ നമ്മുടെ അകത്തുണ്ട്. അപ്പൊ ഈ നമ്മുടെ അകത്തുള്ള ഈ ജീവൻ എങ്ങനെ തുറക്കുന്നു? ഇത് തുറക്കാനായിട്ട് ഒരു സൂത്രപരിപാടി ഇല്ല. നിങ്ങളുടെ അകത്ത് ജീവനുണ്ടെന്നും ഈ ജീവനിൽ നിങ്ങൾ വാഴേണ്ടവരാണെന്നും നിങ്ങളുടെ അകത്ത് ഇത് ദൈവം തന്ന കൃപയാണ്. ആദ്യം മനസ്സിലാക്കണം, ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് കിട്ടിയതാണ്. ഇനി ഇതിന് ആധികാരികമായ ട്രൂത്ത് മനസ്സിലാക്കുക, ഇതിന്റെ റൂട്ട് മനസ്സിലാക്കുക. Gospel John 14:6, 1 യോഹന്നാൻ epistles, John first epistles chapter 5:12, Colossians
ചാപ്റ്റർ 3 വേഴ്സ് 4. ഈ ബൈബിളിൽ വലിയ വാക്യങ്ങളാകുമ്പം ഞങ്ങളത് മെൻഷൻ ചെയ്യാൻ ഇപ്പം 3:4 കൊലോഷ്യൻസ് 3:4 എന്ന് പറയുമ്പം അത് ഒരു പാർട്ട് മതിയെങ്കിൽ ഞങ്ങളവിടെ എ എന്ന് പറയും. അപ്പോൾ 2 ഭാഗമുണ്ട്, വലിയ വാക്യമായിരിക്കും. അപ്പം അതുകൊണ്ട് കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 4a എന്നും കൂടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 14 വേഴ്സ് 6 പാർട്ട് എ 14:6a അതിൻ്റെ ആദ്യത്തെ പാർട്ട് മതി എന്നുള്ളതിനാണത്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ അകത്ത് ഈ ജീവൻ നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതിനാലാണ് തുറക്കുന്നത്. ഒന്ന് വായിച്ചോ, 1 യോഹന്നാൻ 5:12 5:12 അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. എനിക്കിവിടെ എടുക്കാൻ പറ്റുന്നില്ല വാക്യം. ഓക്കെ, പുത്രനുള്ളവന് ജീവനുണ്ട്. അത് തന്നെ കാര്യം. ഒന്ന് വായിച്ച് 5 ഒരു മിനിറ്റ് കിട്ടി എനിക്ക്. 1:10-12 വായിച്ചു. 10-12 വായിച്ചു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാക്കുന്നു. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കുക, ഒരു രസം കാണിക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. അപ്പം നമ്മൾ തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്നവന് ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ് നമ്മൾ കണ്ടില്ലേ. ഇനി നോക്കിയേ, ഇനി ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ഇത് കിടക്കുന്നത് കർത്താവിൻ്റെ കൃപയേറും കർത്താവിൽ എൻ വിശ്വാസം. 1 യോഹന്നാൻ 5:11 വാക്യമാണ്. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. കണ്ടോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വാക്യം അതാ നോക്കിയേ. ഇറ്റേണൽ ലൈഫ്. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് എറ്റേണൽ ലൈഫാണ്. കാരണം എറ്റേണൽ ലൈഫ് ആരുടെ ലൈഫാണ്? അവന്റെ ലൈഫാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫ്, ആ ലൈഫ് നമ്മിൽ എന്തായി മാറി? എവർലാസ്റ്റിംഗ് ലൈഫായി മാറി. കൃപ, ഒരാളത് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവന്റെ ലൈഫ് എറ്റേണൽ ലൈഫാണ്. ആ എറ്റേണൽ ലൈഫിനാലാണ് അവൻ സകലതും ഉണ്ടാക്കിയത്. ആ ലൈഫ് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചാൽ നിങ്ങൾ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അതാണ് റോമാലേഖനം 5:17. റോമാലേഖനം 5:17 എന്താ വായിക്കുന്നത് അവിടെ നോക്കി? ഏകന്റെ അല്ല, സോറി അത് തന്നെ, റോമാലേഖനം 5:17 ഈ വാക്യോട് വായിച്ചേ. ഏകന്റെ ലംഘനത്താൽ മരണം അയേകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. കണ്ടോ, അപ്പൊ ഏകന്റെ ലംഘനത്താൽ മരണം വാണു, പക്ഷെ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. കണ്ടോ, അപ്പൊ സമൃദ്ധി ലഭിച്ചാൽ നിനക്ക് ജീവനിൽ വാഴാം. അപ്പൊ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചാൽ, കൃപയുടെ സമൃദ്ധി ലഭിച്ചാൽ നിനക്ക് എന്തിൽ വാഴാം? ജീവനിൽ വാഴാം. പക്ഷെ കുഴപ്പം എന്താ? കുഴപ്പം നമ്മൾ ജീവന്റെ വചനം ഭക്ഷിക്കില്ല. നമ്മൾ എന്ത് ചെയ്യില്ല? നീതിയുടെ വചനം ഭക്ഷിക്കില്ല. ഈ വാക്യം വായിച്ചേ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ അപ്പൊ പാല് കുടിക്കുന്നവനെല്ലാം, നമുക്കെല്ലാം എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ നോക്കിക്കോ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കോ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഏതാ? കർത്താവ് വിടുവിക്കും, കർത്താവ് കരുതും, കർത്താവ് സഹായിക്കും, കർത്താവ് പരിപാലിക്കും, കർത്താവ് അത്ഭുതം ചെയ്യും, അവരുടെ വിഷയങ്ങൾ ഇടപെടുക, വരങ്ങൾ തുറക്കുക, അത്ഭുതങ്ങൾ നടക്കുക. ഇങ്ങനെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നത് കേൾക്കാൻ, ശുശ്രൂഷ അനുഭവിക്കാൻ ജനം ഓടിക്കൂടുകയാണ്. പക്ഷെ ഒരിക്കലും അവരെന്ത് ചെയ്യുന്നില്ല? അവർ നീതിയുടെ വചനത്തിൽ അവർ വളരുന്നില്ല, ജീവൻ തുറക്കുകയില്ല. നീതിയുടെ വചനത്തിൽ നിങ്ങൾ പരിചയമുള്ളവരായി മാറിയാൽ എന്തുണ്ടാകും? നിങ്ങളിൽ അവന്റെ ജീവൻ തുറക്കും. ആ ജീവൻ തുറക്കുമ്പോൾ നിങ്ങളിൽ തുറക്കുന്നവ എറ്റേണൽ ലൈഫ് നിങ്ങളിൽ തുറക്കുമ്പോൾ അത് എവർലാസ്റ്റിംഗ് ലൈഫായി മാറുന്നു. ഓക്കെ, അപ്പൊ ആ ജീവൻ തുറക്കുന്നത് നിങ്ങളുടെ പരിശ്രമത്താലോ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും കർമ്മങ്ങളാലോ ക്രിയകളാലോ ഒന്നുമല്ല. നമ്മളിപ്പോൾ വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നതിനാലും പഠിപ്പിക്കുന്നതിനാലും അല്ല. നമ്മൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എന്താ ഉണ്ടാകുന്നത്? ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാകും, കേൾക്കുമ്പോഴോ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും. അപ്പൊ ഇത് വിശ്വസിക്കുന്നവരിലാണ് ഇത് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പൊ വിശ്വാസമാണ് ഇതിന്റെ ബേസ്. അതല്ലേ നമ്മൾ വായിച്ചേ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ വായിച്ചവല്ലേ, വിശ്വസിക്കുന്നവന് ആ ജീവനുണ്ട്, അല്ലെ? അങ്ങനെയല്ലേ വായിച്ചേ?
വിശ്വസിക്കുന്നതിന് എന്തുണ്ട്? 5-ാം അധ്യായത്തിന്റെ 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടത് അപ്പൊ തന്നെ. നിങ്ങൾ അറിയണം. ഞാൻ നിങ്ങൾക്ക് യോഹന്നാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതാൻ കാരണം എന്താ? നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. ഓ റബശസ്കന, നിങ്ങൾ അറിയണം നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടാൻ കാരണം എന്താണ്? കിട്ടാൻ കാരണം നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇനി വിശ്വസിക്കുന്നവർക്ക് ഇത് കിട്ടിയാൽ എന്താ പ്രത്യേകത? എന്താണ്? കിട്ടിയാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. കണ്ടോ? അപ്പോൾ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ ജനിച്ചവന്റെ പ്രത്യേകത, ഈ എറ്റേണൽ ലൈഫ് കിട്ടിയവന്റെ പ്രത്യേകത, അവൻ ലോകത്തെ ജയിച്ചിരിക്കും. വായിച്ചു 4-ാം വാക്യം വായിച്ചു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ നിങ്ങൾ ലോകത്തെ ജയിക്കുവോ? നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തെ നിങ്ങൾ ജയിക്കുവോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ നിങ്ങൾ ജയിക്കുമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമാണ്. അടുത്ത വാക്ക് സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കേണ്ട അടുത്ത വാക്ക്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ ലോകത്തെ ജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ലോകത്തെ ജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവപുത്രനെ വിശ്വസിക്കുക. ഒറ്റ കാര്യം, ദൈവപുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്ത് ചെയ്യുക? മിണ്ടുന്നേ. ദൈവപുത്രനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കും. അപ്പൊ ഈ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് അവന്റെ ലൈഫാണ്. അപ്പം ഇതിനകത്ത് ഇനി അടുത്ത കാര്യം പറയുന്നതിനൊക്കെ മുമ്പ് ഒരു കാര്യം പറയുകയാണ്. ഈ ലൈഫ് കടന്നു പോകുന്ന പരിശോധനകളുണ്ട്. ഇത് അവന്റെ ജീവനല്ല, അവന്റെ ലൈഫല്ലേ. അപ്പൊ ആ ലൈഫ് ഉണ്ടായിരുന്ന യേശു ഈ ഭൂമിയിൽ അവൻ പരിശോധനകളുടെ നടുവിലൂടെ നടന്നുപോയി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-6 വാക്യം വായിച്ച്. 4-ാം വാക്യം വായിച്ചോ? എല്ലാ വാക്യം കൂടെ വായിക്കണ്ട. 19:4. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ. കണ്ടോ? അപ്പോൾ അവനെ അവർ പരിശോധിച്ചോ? 3 വാക്യങ്ങൾ 18:38, 19:4, 19:6. അപ്പം മനുഷ്യ ജീവൻ നിങ്ങളുടെ അകത്ത് തുറക്കപ്പെടുന്ന എറ്റേണൽ ലൈഫ് നിങ്ങളുടെ അകത്ത് തുറന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധനകളിലൂടെ കടന്നു പോകാം, നിങ്ങൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാം, നിങ്ങൾ പരിശോധനകളിലൂടെ കടന്നു പോകാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ നിങ്ങൾ പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കുമില്ലാത്ത പ്രശ്നം എനിക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ വല്ലാതെ കിടന്ന് നാടൻ ഭാഷ പറഞ്ഞ മെഴുകരുത്. ഞാൻ നാടൻ ഭാഷ പറഞ്ഞ കേട്ടോ. പരിശോധനയുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ തെളിയിക്കപ്പെട്ടവരായി പുറത്തു വരും. ഈ എറ്റേണൽ ലൈഫായ കർത്താവ് മരണത്തിൽ കൂടെ കടന്നുപോയോ? വെളിപ്പാട് 1:18 മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനകത്തുള്ള എറ്റേണൽ ലൈഫിന്റെ പ്രത്യേകത എന്താ? അത് പരിശോധനയിൽ കൂടെ കടന്നുപോയി, അത് മരണത്തിൽ കൂടെ കടന്നുപോയി. പക്ഷെ പരിശോധിച്ചവർക്കോ മരണത്തിനോ അതിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ബൈബിൾ പറയുന്നു മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. പ്രവൃത്തി 2:24 മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ ആരാണ്? അവൻ പുനരുത്ഥാനമാണ്. അപ്പൊ ഇത് നമ്മളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആകുന്നു? വിശ്വസിച്ച നിങ്ങൾ പരിശോധനയിൽ കൂടെ കടന്നു പോകണം. നിങ്ങൾ മരണത്തിലൂടെ കടന്നു പോകാം. പക്ഷേ നിങ്ങളുടെ അകത്തിരിക്കുന്ന ജീവൻ അത് എവർലാസ്റ്റിംഗ് ലൈഫ് ആകയാൽ, അത് എറ്റേണൽ ലൈഫ് ആകയാൽ, അത് പുനരുത്ഥാനമാകയാൽ പരിശോധനകൾക്കോ മരണത്തിനോ നിങ്ങളെ അവസാനിപ്പിക്കാനോ പിടിച്ചു വെക്കാനോ കഴിയില്ല. അപ്പൊ ഈ ജീവൻ മാത്രമല്ല, ഇത് റിസറക്ഷൻ ലൈഫാണ്. അപ്പൊ ഇത് ജീവൻ
മൂലമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ അവൻ മൂലം, ജീവനാൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് യോഹന്നാൻ 1:4 പറഞ്ഞു. പക്ഷെ ഈ ജീവൻ എന്താണ്? ഈ ജീവൻ തന്നെയാണ് പുനരുത്ഥാന ജീവൻ. അപ്പോൾ ഈ ജീവൻ പുനരുത്ഥാനമാണെന്ന് തെളിയുന്നത് എപ്പോഴാണ്? മരണവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ്. യേശുവിന്റെ ജീവൻ പുനരുത്ഥാനമാണെന്ന് എപ്പോഴാ പറഞ്ഞേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനമാകുന്നു. എപ്പോൾ? ലാസർ മരിച്ച് നാറ്റം വെച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാണ്, ഞാൻ പുനരുത്ഥാനമാണ്. അപ്പൊ പുനരുത്ഥാനമാണെന്ന് തെളിഞ്ഞപ്പോഴാ? മരണം വന്നപ്പോ. അപ്പൊ നിങ്ങൾ എന്തിനാണ് കഠിനമായ ശോധനകളുടെ നടുവിലൂടെ മടക്കുന്നത്? നിങ്ങളിൽ വന്ന ജീവൻ എന്താണെന്ന് തെളിയാനാണ്. അത് തുറന്നു വരും. അത് പുനരുത്ഥാന ജീവനാണ്. അത് ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടാം, ഇനി എല്ലാം കൂടെ വായിക്കാൻ പോയ സമയം കിട്ടുകയില്ല. യോഹന്നാൻ 11:28 എനിക്ക് തോന്നുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന വാക്ക് കറക്റ്റ് അല്ല. അത് യോഹന്നാൻ ഞാൻ തന്നെ പുനരുദ്ധാനമാണെന്നൊരു വാക്യം അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. മരണത്തിനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ദൈവിക ജീവൻ നിന്റെ അകത്ത് തുറന്നാൽ അതിനകത്ത് പുനരുദ്ധാന ജീവൻ ശക്തിയുള്ളത് കൊണ്ട് മരണത്തിന് നിന്നിൽ തുറക്കുന്ന റിസറക്ഷൻ ലൈഫിനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അടുത്തത്, ഈ ജീവൻ ജീവന്റെ ആത്മാവാണ്. ഈ ജീവന്റെ ആത്മാവായിട്ട് ഇത് തുറക്കുമ്പോഴാണ് നമ്മുടെ അവയവങ്ങൾ അവനെ പോലെയായി മാറുന്നത്. അത് വാക്യം റോമാലേഖനം 8:2. ഇനി ഞാൻ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ ജീവൻ രക്ഷിക്കുന്ന ജീവനാണ്. റോമർ 5:10. പൂർണ്ണമായിട്ട് നിന്റെ സ്വയത്തെയും ദേഹത്തെയും പൂർണ്ണമായിട്ട് ഇത് രക്ഷിക്കുന്ന ജീവനാണ്. യോഹന്നാൻ 5:10. യോഹന്നാൻ അല്ല കേട്ടോ, റോമർ 5:10. റോമർ 8:2 നേരത്തെ വായിച്ചത്. ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. റോമർ 5:10 രക്ഷിക്കുന്ന ജീവൻ. റോമർ 5:17 വാഴുന്ന ജീവൻ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ ഇങ്ങനൊരു ജീവൻ നിങ്ങളുടെ അകത്ത് തുറന്നിട്ടുണ്ടോ? അപ്പൊ ഈ ജീവൻ തുറന്നു എന്നുള്ളത് നമ്മുടെ വെളിപ്പാടാകാത്തത് കൊണ്ട്, നമ്മുടെ അകത്ത് ബോധ്യമാകാത്തത് കൊണ്ടല്ല ഇതിന്റെ റിസൾട്ടുകൾ വെളിപ്പെടാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം UK പോയിട്ട് തിരിച്ചു വരികയാണേ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പിള്ളേർക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കയറിയിട്ട് അപ്പം ഈ 2 പാക്കറ്റ് മിഠായി മേടിച്ചു. എന്തായി അതിൻ്റെ പേരെനിക്കറിയില്ല, എനിക്കിഷ്ടമുള്ളതാണ് അത്. അപ്പം ആ മിഠായി മേടിച്ചിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട പൗണ്ടിൻ്റെ എണ്ണം ഞാൻ മറന്നുപോയി. അപ്പോൾ ജോസഫ് എൻ്റെ കാർഡ് തന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ചില്ലറയുണ്ട്. അപ്പോൾ 10 പൗണ്ട് എടുത്ത് കൊടുത്തു, 5 പൗണ്ട് കൊടുത്തു. പിന്നെ ഞാൻ 18, 19 പൗണ്ട്, 20 പൗണ്ടിൽ താഴെ ഈ ചില്ലറ കുറേ എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ പേഴ്സിനകത്ത് കുറേ ചില്ലറ കിടക്കുന്നുണ്ട്. അപ്പം എൻ്റെ ചിന്ത ഇത് മൊത്തം UK പൗണ്ടാണെന്ന്. കുറേ 5 പൗണ്ട്, 1, 2 ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞോട്ട് ജോസഫിൻ്റെ കൂടെ പോയപ്പോൾ അവിടെ ഏതൊരു കട മേടിച്ചപ്പം ഏതോ 10 പൈസ കഴിച്ച് ബാക്കി 10 എന്താ പറയുക പെൻസ് കഴിച്ച് ബാക്കിയെല്ലാം 4.90 എനിക്ക് പൗണ്ട് ചേഞ്ച് ആയിട്ട് തന്നു, കോയിൻസ് ആയിട്ട് തന്നു. എല്ലാ കോയിൻസും കൂടെ എൻ്റെ പേഴ്സിനകത്ത് കിടക്കാം. പിന്നെ അത് ഏത് രാജ്യത്തിനാന്ന് ഒരു പിടുത്തമില്ല. അപ്പം ഞാൻ ഇതെല്ലാം UK അംശം അവർക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ അവരതിനകത്ത് ആകെ കൂടെ ഒരെണ്ണെടുത്തിട്ട് ബാക്കി മൊത്തം തിരിച്ചു വന്നു. അപ്പോൾ ഒന്നാമത് ഭാഷ മനസ്സിലാക്കുന്നില്ല, രണ്ടാമത് അവർ പറഞ്ഞു ഇതൊന്നും UK അല്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ സാധനം കെട്ടിവലിച്ച് കൊണ്ടേക്കുക. എവിടേക്കാ? എൻ്റെ പേഴ്സിനകത്ത് UK പോകുന്ന സമയത്ത് UK ഇത് മൊത്തം ഞാൻ എന്ത് ചെയ്തേക്കുക, ഒരു 5-10 കോയിനുണ്ട്. ഇത് മൊത്തം എന്താ പറയുക UK കോയിൻ, അതിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ കോയിനും ഉണ്ടായിരുന്നു. എവിടേക്ക് കൊണ്ടുപോയിക്കുക? ഇന്ത്യയുടെ 50 പൈസ തൊട്ട് ഞാൻ കൊണ്ടുപോയിക്കുക. എവിടേക്കാ? UK 5 കോയിനാന്ന് വെച്ചോണ്ട്. ഇത് അവിടെ മാറാൻ പറ്റുകയല്ല. ഇതുപോലെ കൈക്കകത്ത് കിട്ടിയത് എന്താണെന്നറിയാതെ കൊണ്ടു നടക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു അബദ്ധം പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം വന്നില്ലേ നിങ്ങൾക്ക്? ഒരു സന്തോഷം, ഒരു ചിരിയൊക്കെ വന്നു. ഇങ്ങനെ പോലെ മണ്ടൻ. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ മണ്ടത്തരം പറഞ്ഞതാണ്. പക്ഷെ ഇതുപോലെ നമ്മളെല്ലാവരും ഭയങ്കര മണ്ടത്തരം കൊണ്ടു നടക്കുക. നമ്മൾ ഈ കടയിൽ കൊടുക്കുന്ന മൊത്തം ഇവിടുത്തെ കുറെ കറൻസികളാണ്. നിങ്ങളുടെ അകത്ത് 1 കറൻസി നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്. അത് അവൻ്റെ എറ്റേണൽ ലൈഫാണ്.
Amen. ആ ലൈഫ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത് എവർലാസ്റ്റിംഗ് ലൈഫാണ്. ഈ എവർലാസ്റ്റിംഗ് ലൈഫിന്റെ പ്രത്യേകത, ഇത് ഏത് രാജ്യത്തെ കറൻസിയിൽ ഉപയോഗിക്കും, ഇത് ഏത് രാജ്യത്തും ഇതിന് വില പോവും. കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞ ആശയം? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ആശയം മനസ്സിലായോ? പൗണ്ടിൽ നിന്ന് വാ, അതായത് കടയിൽ നിന്ന് വാ, മിഠായും കടയൊക്കെ വിട്ടിട്ട് വാ, തിരിച്ചു വാ. ഇത് നിങ്ങളുടെ അകത്ത് ഇത് തുറക്കും. നിങ്ങളുടെ അകത്ത് തുറക്കുവാൻ ഈ ലൈഫ് എവിടെയും, ഇതിന് ഏത് രാജ്യത്തും വാല്യൂ ഉള്ള ഒറ്റ ലൈഫേ ഉള്ളൂ. അത് അവന്റെ ജീവനാണ്. ആ ജീവൻ നിന്റെ അകത്ത് തുറക്കും. ആ ജീവൻ നിന്റെ അകത്തുണ്ട്. അപ്പൊ ഈ ജീവന്റെ പ്രത്യേകത, ഇത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്, ഇത് പുനരുദ്ധാന ജീവനാണ്, ഇത് രക്ഷിക്കുന്ന ജീവനാണ്, ഇത് വാഴുന്ന ജീവനാണ്, ഇത് ജീവവൃക്ഷമാണ്. ഉണ്ടോ എന്റെ കൂടെ? ഇത് അക്ഷയമായ ജീവനാണ്. ഞാൻ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വാക്യങ്ങൾ റോമാലേഖനം 8:2, ഇത് ജീവന്റെ പ്രമാണമാണ്, ഇത് ജീവന്റെ ആത്മാവാണ്. റോമാലേഖനം 5:10, ഇത് ഓരോന്നിനും 5:8-2 പറയുന്ന ജീവപ്രമാണം നമ്മെ യേശുവിനെ പോലെയാക്കുന്നതാണ്. നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പ്രമാണങ്ങളെ ക്യാൻസൽ ചെയ്ത് അവനെ പോലെ ആക്കുന്നതാണ് റോമർ 8:2 ജീവൻ. റോമർ 5:10 ആദാമ്യ പാപത്താൽ നമ്മുടെ ദേഹിയിലും ദേഹത്തിലും വന്ന സകലതിൽ നിന്നും രക്ഷിക്കുന്ന ജീവനാണ് റോമർ 5:10. ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നിരപ്പ് വന്നു. നിരമ ശേഷമോ നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെട്ട നമ്മുടെ അകത്ത് പൂർണ്ണമായി രക്ഷയിലേക്ക് നാം വളരുന്ന വളർച്ചയാണ് ഈ ജീവനിൽ കൂടെ നടക്കുന്നത്. റോമർ 5:10. ഇനി റോമർ 5:17, ഇത് വാഴുന്ന ജീവനാണ്. വാഴാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ നിഴലിൽ ഈ ജീവൻ വ്യാപരിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ അത്ഭുതം നടക്കും. നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവങ്ങളില് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഈ ജീവൻ വ്യാപരിക്കും. നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ എന്തിലും ഈ ജീവൻ തുറക്കും. ഈ ജീവൻ ശക്തി തുറക്കുന്നതാണ്. നിങ്ങൾ ഈ ജീവൻ തുറന്നവരാണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളിൽ പ്രവർത്തികൾ വ്യാപരിക്കും. ഈ ജീവൻ തുറന്നിട്ടുണ്ടോ? നിങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയിൽ നോക്കി നിങ്ങൾ കൽപ്പിച്ചാൽ ആ വചനപ്രകാരം ആ തൊട്ടിക്കകത്ത് മാവ് കുറയാതെ ഇരിക്കും. ഇങ്ങനെ പറയണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നോക്കിക്കൊണ്ട്, നിങ്ങളുടെ കൈക്കകത്തിരിക്കുന്ന നന്മയിലേക്ക് നോക്കിക്കൊണ്ട് ഒക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് സൃഷ്ടിക്കാൻ കരുത്തുണ്ട്. കാരണം ഇത് വാഴുന്ന ജീവനാണ്, ഇത് ജീവവൃക്ഷമാണ്. ഉൽപ്പത്തി 2 വെളിപ്പാട് 22 ചേർത്ത് വായിക്കുക. ജാതികൾക്കില്ല രോഗോപശാന്തിക്കുള്ളതാണെങ്കിൽ ജീവവൃക്ഷം ഇത് ഭക്ഷിക്കുന്നവന് ജീവനാണ്. നിങ്ങളിൽ ഈ ജീവൻ തുറന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് ഈ ജീവൻ വ്യാപരിക്കും. കൃപ. ഒരു വാക്യം, 2 വാക്യം വായിക്കണം. അതിൻ്റെ ഒരെണ്ണം വായിച്ചു വിട്ടാൽ മതി നമുക്ക്. എബ്രായർ 7:16 അത് വായിക്കണ്ട. 7:16 പറയുന്നുണ്ട്, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാണ്. എബ്രായർ 7:16. പക്ഷെ വായിക്കേണ്ട വാക്യം അത് കുറേ വട്ടം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അത് വായിപ്പിക്കാതെ വിട്ടത്. 2 തിമോഥെയോസ് 1:10 എടുത്ത്. 2 തിമോഥെയോസ് 1:10 എടുത്ത്. 2 തിമോഥെയോസ് 1:10. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ. മതി. സുവിശേഷം കൊണ്ട്, ഈ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. സുവിശേഷം കൊണ്ട് നമ്മൾ വെളിപ്പെട്ടത് എന്താണെന്ന് ഈ വാക്യം പറയുകയാണേ. ഒന്ന് വായിച്ച്. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും കണ്ടോ? ആ വാക്ക് നിക്ക്. സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെട്ടു. കണ്ടോ? സുവിശേഷം കൊണ്ട് ജീവനും, ഒന്ന് പറയാമോ വാക്യം? സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെട്ടു. മരണത്തെ അവൻ എടുത്തു മാറ്റി. സുവിശേഷം കൊണ്ട് ജീവനും ഇമ്മോർട്ടാലിറ്റിയും വെളിപ്പെട്ടു. ഞാൻ ഈ പാഷൻ ട്രാൻസ്ലേഷനിൽ എന്താ എഴുതിയിരിക്കുന്നു 1 മിനിറ്റ് നോക്കിക്കോട്ടെ. അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ചിലപ്പോൾ ഇച്ചിരി ആഴമായ ഒരു വാക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ മിനിറ്റ്. ഏതാ വാക്യം പറഞ്ഞ ഞാൻ? 2 തിമോഥെയോസ് 1:17 അല്ലേ? 2 തിമോഥെയോസ് 1:10. 1 തിമോഥെയോസ് 1:10. 1 തിമോഥെയോസ് ആണോ? സോറി, 1 തിമോഥെയോസ് 1:10. കൃപ അല്ല, സോറി പാസ്റ്ററെ, 2 തിമോഥെയോസ് 1:10. അടി എന്നെയും കൂടെ തട്ടിച്ചോളൂ കേട്ടോ.
ഞാൻ ഈ മൊബൈലിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് അവിടെ നോക്കിയില്ല. ഓക്കെ, മരണം നീക്കുകയും കണ്ടോ. എന്ത് രസകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയെന്നുമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അക്ഷയതയ്ക്ക് ഇവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അമർത്യതയും വെളിപ്പെടുത്തി, ഇമോർട്ടാലിറ്റി വെളിപ്പെടുത്തി. ഏതെങ്കിലും പരിഭാഷയിൽ നല്ല ഒന്നുകൂടെ അർത്ഥവ്യാപ്തി കിടക്കുന്നുണ്ടോ നോക്കി. ഉണ്ട്. KJV കിടക്കുന്നുണ്ട്. ആൻഡ് ഹാത്ത് ബ്രോട്ട് ലൈഫ് ആൻഡ് ഇമോർട്ടാലിറ്റി ടു ലൈറ്റ് ത്രൂ ദ ഗോസ്പൽ. സുവിശേഷത്താൽ വെളിച്ചത്തിലൂടെ അവൻ നമുക്ക് ഇമോർട്ടാലിറ്റി, അമർത്യത. എത്ര രസകരമായിട്ടാണ് കർത്താവേ അത് TPT അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹാസ് മാനിഫെസ്റ്റഡ് ഹിസ് ഇമോർട്ടൽ ലൈഫ് ഇൻ അസ് ബൈ ദ ഗോസ്പൽ. ഇതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും? കാണിച്ചു തന്നാലും നിങ്ങളാരും വായിക്കുകയല്ലോ, വായിച്ചാൽ നിങ്ങളാരും പറഞ്ഞു തരികയല്ലോ. ഓക്കെ, അത് പാഷൻ ട്രാൻസ്ലേഷൻ വായിച്ചു നോക്കുക. അത്രയും പറഞ്ഞ ഭാഗം വിടുക. ആരെങ്കിലും ഉണ്ടോ? പാഷൻ ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ 9:10 വായിച്ചു വിട്ടോ, നമുക്ക് അവസാനിപ്പിക്കാം. പാഷൻ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ വായിച്ചു. This truth is now being unveiled by the revelation of the anointed Jesus. സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സൗണ്ട് ഉണ്ടോ? ഒന്ന് അടുപ്പിച്ച് വെച്ച് വായിച്ചേ. പാഷൻ ട്രാൻസ്ലേഷൻ 2 തിമോഥെയോസ് 1:10. This truth is now being unveiled by the revelation of the anointed Jesus, our life giver, who has dismantled death, obliterating all its effects on our lives, and has manifested his immortal life in us by the gospel. അതിന്റെ മലയാളം കൂടെ പറഞ്ഞു. ഈ സത്യം മലയാളം പറയും, വേഗം വായിക്കേ. നിങ്ങൾ ടീച്ചർമാരും എൻജിനീയർമാരും ഒന്നും മിണ്ടുകയല്ല. ഞാൻ തന്നെ ലാസ്റ്റ് എനിക്കിവിടെ മെച്ചം നിങ്ങളിത് തെറ്റുമെന്ന് പേടിച്ചിട്ടാണ് പറയാത്തത്. എനിക്കതറിയാം. എനിക്ക് പിന്നെ ധൈര്യമുള്ളത് തെറ്റിയാൽ ഞാനതിനെ എന്ത് ചെയ്യാറില്ല, ഭാഷാപരിഭാഷയിൽ തെറ്റ് ഞാൻ ഗണിക്കാറില്ല. ദിസ് ട്രൂത്ത് ഈസ് നൗ ബീങ് അൺവീൽഡ് ബൈ ദ റെവലേഷൻ ഓഫ് ദ അനോയിന്റഡ് ജീസസ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലൂടെ ഈ സത്യം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. തെറ്റുണ്ടി പറഞ്ഞോട്ടോ. ഇത് ഞാൻ പണ്ട് മാത്തേൽ കല്ലെറിയാറുണ്ട്, മാവിൽ കല്ലെറിയാറുണ്ട്. ഞാൻ കല്ലെറിഞ്ഞാൽ സാധാരണഗതിയിൽ മാങ്ങ വീഴാറുണ്ട്. കാരണം വലിയ മാവിലാണ് ഞാൻ കല്ലെറിയാറ്. അതിന് കണ്ടമാനം മാങ്ങ ഉണ്ടാകാറുണ്ട്, ഏതെങ്കിലും വീഴും. അവർ ലൈഫ് ഗിവർ, നമ്മുടെ ജീവൻ തുറക്കുന്നവൻ, നമുക്ക് ജീവൻ തന്നവൻ. ഹു ഹാസ് ഡിസ്മാൻഡിൽഡ് ഡെത്ത്. അതെന്താ അതിൻ്റെ അർത്ഥം? എന്താ ഡിസ്മാൻഡിൽഡ് എന്ന് പറഞ്ഞാൽ? എന്താ? പൊളിച്ചു മാറ്റിയോ? Who has dismantled death. എന്നിട്ട് obliterating all its effect on our lives. കർത്താവേ, അതിൻ്റെ ഈ എഫക്റ്റുകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒബ്ലിറ്ററേറ്റിംഗ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? അതിൻ്റെ മരണത്തിന്റെ സകല എഫക്റ്റുകളും നമ്മിൽ നിന്ന്, നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റി. ഒരു വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ആ വാക്ക് ആദ്യമായിട്ട് കാണുന്നത്. ഒബ്ലിറ്ററേറ്റിംഗ് എന്തോ അത്? അപ്പം മരണത്തിന്റെ എഫക്റ്റുകൾ മുഴുവൻ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുമോ? അപ്പൊ സുവിശേഷം എത്ര കരുത്തുള്ളതാണ്, സുവിശേഷത്തിന്റെ മഹിമ എത്ര വീര്യമുള്ളതാണ്. ആദാം ചെയ്ത പാപത്താൽ വന്ന മരണം കൊണ്ടുവന്ന സകല മരണത്തിന്റെ ഘടകങ്ങളെയും റിസൾട്ടുകളെയും എഫക്റ്റുകളെയും നമ്മിൽ നിന്ന് അത് എടുത്തു മാറ്റുമോ? അപ്പൊ ഈ ലൈഫ് തുറക്കാനല്ലേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? സത്യത്തിൽ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ എഴുതിയിരിക്കുക, ആൻഡ് ഹാസ് മാനിഫെസ്റ്റഡ് ഹിസ് ഇമോർട്ടൽ ലൈഫ് ഇൻ അസ് ബൈ ദ ഗോസ്പൽ. അപ്പൊ സുവിശേഷത്താൽ ആ ഇമോർട്ടൽ ലൈഫ് നമ്മിൽ മാനിഫെസ്റ്റ് ആകുന്നു. എങ്ങനെ? നമ്മുടെ വാക്കുണ്ടല്ലോ,
നമ്മിൽ ആദാമ്യ പാപത്താൽ വന്ന മരണത്തിന്റെ എഫക്റ്റുകൾ മുഴുവൻ അത് ക്യാൻസൽ ചെയ്യുകയാണ്. മരണം മാറിപ്പോകുന്നു. സ്തോത്രം. പറഞ്ഞ അർത്ഥം ക്ലിയർ ആയോ? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി? അത്രയും മതി. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി. ഇതെനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തന്നേനെ. സമയം പോകും, 2-3 മിനിറ്റ് സമയം എക്സ്ട്രാ നഷ്ടപ്പെടും. അപ്പൊ ഇത്ര ശക്തിയുള്ള ജീവൻ നിങ്ങളുടെ അകത്ത് തുറക്കുന്നത് ആദാം ചെയ്ത പാപത്താൽ നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ സ്വയത്തിനകത്തും വന്നിരിക്കുന്ന ഘടകങ്ങളെ എടുത്തു മാറ്റി നമ്മെ പുത്രന്മാരാക്കാനാണ്, നമ്മെ യേശുവിനെ പോലെയാക്കാനാണ്. അതാകുന്നത് അവന്റെ ജീവനാലാണ്. അത്ര മഹിമയുണ്ടോ ഈ ജീവന്? അപ്പൊ ഇതിനകത്ത് ഈ വളർച്ചയ്ക്കല്ലേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയുന്നില്ല. നമ്മളിപ്പോഴും കൊച്ചിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും ജോലിക്ക് വേണ്ടിയും കൊച്ചിന് വേണ്ടിയും പരീക്ഷയ്ക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ആ പ്രശ്നം ഈ പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഫ്രൂട്ട്ഫുൾ ആക്കുന്നതാണ് ഈ ജീവൻ. നിങ്ങളുടെ തലമുറകളെ വിടുവിക്കുന്നതാണ് ജീവൻ. ഇല്ലാത്തവനെ തുറക്കുന്നതാണ് ജീവൻ. നോക്കിയ പിശാചു വാദിച്ച കെട്ടുകളെ അഴിക്കുന്നതാണ് ജീവൻ. ഇരുട്ടുകളെ വെളിച്ചമാക്കുന്നതാണ് ജീവൻ. മരണത്തെ ഉയർപ്പാക്കുന്നതാണ് ജീവൻ. നാറ്റം വെച്ചവനെ നോക്കിയ പുറത്തു കൊണ്ടുവന്ന് അവനെ പന്തിക്കിരുത്തി സമൂഹത്തിൽ ഒരു സംസാര വിഷയമാക്കുന്നതാണ് ജീവൻ. ഈ ജീവൻ ഒരു വേള പരിശോധിക്കപ്പെടാം, ഈ ജീവൻ ഒരു വേള പിടിക്കപ്പെടാം, ഈ ജീവൻ ഒരു വേള ഇതിനെ അവർ അവസാനിപ്പിച്ചേക്കാം. പക്ഷെ അപകടം കൊണ്ടൊന്നും ഈ ജീവൻ തുറക്കൽ. അങ്ങനെ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. എത്രയോ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ജീവൻ എന്റെ അകത്തുണ്ടെന്ന്. ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഒരു 2 മിനിറ്റുമായി കൺമുട്ടിന്ന് പ്രാർത്ഥിച്ച് ഈ ജീവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ 2026 ഞങ്ങൾ ഈ ജീവനിൽ വാഴും. ഇനി എന്റെ വീട്ടിൽ വാഴുന്നത്, എന്നിൽ വാഴുന്നത് പാപമോ മരണമോ പിശാചോ മരണമോ ആദാമ്യ പാപത്താൽ കൊണ്ടുവന്ന മരണമല്ല, ക്ഷയമല്ല വാഴുന്നത്, മാലിന്യമല്ല, വാട്ടമല്ല, ക്ഷയമില്ലാത്ത മാലിന്യമില്ലാത്ത വാട്ടമില്ലാത്ത ഇമോർട്ടാലിറ്റി തുറക്കുന്ന ആദാം ചെയ്ത പാപത്താൽ മനുഷ്യന്റെ ശരീരത്തിനകത്തേക്ക്, മനുഷ്യന്റെ സ്വയത്തിനകത്തേക്ക്, അവന്റെ ബുദ്ധിശക്തിക്കകത്തേക്ക് എന്തൊക്കെ കെടുതികളാണോ മരണം വിതച്ചത് അതിനെ മുഴുവൻ എടുത്തു മാറ്റുന്ന, വലിച്ചു കീറുന്ന അത് പ്രഖ്യാപിച്ചാൽ നിന്റെ മേൽ തുറന്നു വരും. ഈ ലൈഫ് ഇതിന്റെ അകത്തുണ്ട് കേട്ടോ, ഈ ലൈഫ് ഇതിന്റെ അകത്തുണ്ട്. ഇത് തുറന്നു വരും. ഇത് നീ വിശ്വസിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിന്റെ വീട്ടിലെ ഘടകങ്ങൾ, വ്യക്തികൾ ഈ ലൈഫിനോട് പ്രതികരിക്കും. ഈ ലൈഫിനോട് വ്യക്തികൾ പ്രതികരിക്കും. ഈ ലൈഫിനോട് ഉപകരണങ്ങൾ പ്രതികരിക്കും. ഈ ലൈഫിനോട് ഭൂമി പ്രതികരിക്കും. ഈ ലൈഫിനോട് ജീവജന്തുക്കൾ പ്രതികരിക്കും. ഈ ലൈഫിനോട് മൃഗസമ്പത്ത് പ്രതികരിക്കും. ഈ ലൈഫിനോട് സസ്യങ്ങൾ പ്രതികരിക്കും. വൈശ്യപ്രവണക പ്രതികരിക്കുന്ന ലൈഫാണ് ഈ ലൈഫ്. ഈ ജീവനാലാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ജീവനാകിയാൽ ഈ ജീവൻ നിന്നിൽ തുറക്കുമ്പോൾ നീ അത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ നീ പ്രഖ്യാപിക്കുന്ന ഈ വാക്കുകൾ നിന്റെ ഭവനത്തിനകത്ത് ഇത് അവന്റെ ശക്തി തുറക്കും. ഇത് രോഗത്തെ സൗഖ്യമാക്കും. ഇത് മരണത്തെ എടുത്തു മാറ്റും. പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഒന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും. എല്ലാ മനോവൈകല്യങ്ങളെയും എല്ലാ മനോഭാരങ്ങളെയും ഈ ജീവൻ എടുത്തു മാറ്റും. ഈ ജീവൻ നമ്മൾ തുറന്ന് നമ്മെ അവനെ പോലെ ആക്കുന്നതാണ് കിങ്ഡം എന്ന് പറയുന്നത്. ദൈവരാജ്യ ഭക്ഷണമല്ല, പാനീയമല്ല. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഞാൻ ഈ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയബന്ധിതമായിട്ട് ഞാൻ നിർത്തണമല്ലോ. എന്റെ കുഴപ്പം എനിക്ക് നിർത്താൻ തോന്നുകയില്ല. ഈ ലൈഫ് തുറക്കും. ഈ ലൈഫ് നമ്മുടെ അകത്തുണ്ട്. ഇത് തുറന്നാൽ സമസ്ത മേഖലകൾക്ക് ഇത് മാറ്റം ഉണ്ടാക്കും. ഈ ലൈഫിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. കഴിയുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഗോഡ് ബ്ലസ് യു ഓൾ. സിസ്റ്റർ കൺക്ലൂഡ് ചെയ്യും.